യെസ് നോയൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ചെയ്യുന്ന ബ്രിഡ്ജ് സാർ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലേ? റെക്കോർഡ് ചെയ്യുന്നുണ്ട് സർ. അപ്പൊ എനിക്ക് കാര്യം ചെയ്യാം. നോയൽ ബാക്കിയുള്ളവർക്ക് കിട്ടാത്തവർക്ക് ഇപ്പൊ നമ്മള് ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് ഇട്ട് തരാം ഓഡിയോ കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജസ്റ്റ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ്. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ. മൃഗമല്ലാത്ത ജനിക്കുന്നവരെല്ലാം മനുഷ്യനാണല്ലോ. നമ്മൾ മനുഷ്യര് ഒരു ഹയർ മൃഗം തന്നെയാണെന്നുള്ളത് തർക്കമില്ല. പക്ഷേ എങ്കിൽ നമ്മൾ അതിനെ ഒരു തൽക്കാലത്തേക്ക് ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ ബൈ വെർച്യൂ ഓഫ് ബർത്ത് ആസ് ഹ്യൂമൻ ബീങ്സ് വി ആർ ഹാവിങ് സർട്ടൺ ഇൻഏലിയനബിൾ ഇൻഹറന്റ് റൈറ്റ്സ്. അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സിന്റെ കോൺസെപ്റ്റ് നമ്മളിപ്പോൾ നിങ്ങൾ പണ്ട് ലീഗൽ റൈറ്റ്സ് എന്നും ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്നൊക്കെ പഠിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള വാക്കിനകത്ത് വരുന്നത് എന്താണ്? ബൈ വെർച്യൂ ഓഫ് ബർത്ത് ആസ് എ ഹ്യൂമൻ ബീങ്. മൃഗമല്ലാതെ ജനിച്ച നമുക്ക് എല്ലാവരും നമ്മൾ ഹ്യൂമൻ ബീങ് ആയിട്ട് ജനിച്ചപ്പോൾ തന്നെ ആ ജനനം വഴി തന്നെ മനുഷ്യന് എന്ത് കിട്ടിയിരിക്കുക? ഇൻഹറന്റ്, അന്തർലീനമാണ്, അല്ലെങ്കിൽ ഇൻഏലിയനബിൾ, മാറ്റാനും പറ്റില്ല. ഇതാണ് നിങ്ങൾ ഹ്യൂമൻ റൈറ്റ്സിന്റെ എസൻസ് ചോദിച്ചാൽ രണ്ട് വാക്കാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതാണ് യഥാർത്ഥ ഹ്യൂമൻ റൈറ്റിന്റെ ഡെഫിനിഷൻ. ഞാൻ ഫണ്ടമെന്റൽ റൈറ്റ് ഒന്നും ഇപ്പൊ പറയുന്നില്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് കണക്ട് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആശയം മനസ്സിലാവും. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്താന്ന് ചോദിച്ചാൽ ബൈ വെർച്യൂ ഓഫ് ബർത്ത് ആസ് എ ഹ്യൂമൻ ബീയിങ് എവരി ഇൻഡിവിജ്വൽ പൊസസ് സർട്ടൺ ഇൻഹറന്റ് റൈറ്റ്സ് ഇൻഏലിയനബിൾ. അതായത് ഇത് ഭരണകൂടം നമുക്ക് തരേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഔദാര്യമല്ല. ഇത് നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾ ഈ അവകാശങ്ങളോട് കൂടിയാണ് ജനിച്ചിരിക്കുന്നത്. ഇതിന്റെ പേരാണ് എന്ത്? റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ്. വേറെ ആരെങ്കിലും ഒന്ന് ഇടയ്ക്ക് റെസ്പോണ്ട് ചെയ്തു, കാരണം അത് ഹാങ് ആയോന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. ഇവിടെ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് കോൺസെപ്റ്റ് മനസ്സിലായാലോ? ആരെങ്കിലും ഒന്ന് എസ് എന്തെങ്കിലും പറഞ്ഞു പോയിക്കോ. ആൻസർ ചെയ്യണ്ടേ? അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ബൈ വെർച്യൂ ഓഫ് ബർത്ത് ആസ് ഹ്യൂമൻ ബീങ്സ് വി ആർ ഹാവിങ്, അല്ലെങ്കിൽ വി പൊസസ് സർട്ടൺ ഇൻഹറന്റ്, ആരും തരേണ്ട കാര്യമില്ല, ഇൻഏലിയനബിൾ, നമ്മുടെ ഇത് ഇളക്കി മാറ്റാനും പറ്റില്ല. അങ്ങനെ ഒരു പറ്റം റൈറ്റ്സിനെ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ വൈഡർ കോൺസെപ്റ്റ് ആണ് ഹ്യൂമൻ റൈറ്റ്സ്. ഇനി ഇതിന്റെ ടോപ്പിക്കിൽ എങ്ങനെ ഇതിന്റെ ഈ ഹ്യൂമൻ റൈറ്റ് ഇവല്യൂഷൻ വന്നാൽ നമുക്കത് പഴയ ഗ്രീക്ക്, അല്ലെങ്കിൽ നമ്മുടെ റോം, അല്ലെങ്കിൽ ഗ്രീക്ക്, അങ്ങനെയുള്ള തത്വചിന്തകന്മാരുടെ സൈഡിൽ നിന്ന് നമുക്ക് ഇതിന്റെ എവല്യൂഷൻ ഹിസ്റ്ററിക്കലായിട്ട് തുടങ്ങേണ്ടി വരും. അതിൽ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിനെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണം. സ്റ്റോയിക് എന്നാ പറയുക, STOIC, അല്ലെ സ്റ്റോയിക് ഫിലോസഫേഴ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്ന. ആ വാക്ക് ഓർത്തെഴുതിക്കണം. ഹ്യൂമൻ റൈറ്റ്സിന്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നു. എവരി ഇൻഡിവിജ്വൽ, എവരി ഹ്യൂമൻ ബീയിങ് പൊസസ് സർട്ടൺ ഇൻഹറന്റ് ഓർ ഇൻഏലിയനബിൾ റൈറ്റ്സ് ബൈ വിർച്യൂ ഓഫ് ബർത്ത് ആസ് എ ഹ്യൂമൻ ബീയിങ്. ഇതാണ് ഹ്യൂമൻ റൈറ്റ്സ്. ഇനി ഇതൊരു ഡെവലപ്മെന്റ്, ഈ ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷന്റെ എന്താണ് ആവശ്യകത, എവല്യൂഷൻ ഒക്കെ വന്നത് നമ്മൾ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഏതൻസിൽ, പഴയ അറിയാലോ, ഏതൻസിലോട്ട് പോകുമ്പോൾ അന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് തത്വചിന്തകന്മാരുണ്ടായിരുന്നു. അത് നമ്മൾ സ്റ്റോയിക് ഫിലോസഫി എന്നാ പറയുന്നത്. സ്റ്റോയിക്, STOIC, അല്ലെങ്കിൽ സ്റ്റോയിസിസം എന്നാ പറയുന്നത്. നമ്മൾ മാർക്സിസം എന്നൊക്കെ പറയുന്നതൊക്കെ സ്റ്റോയിസിസം, STOICISM. സ്റ്റോയിക് ഫിലോസഫി എന്ന വാക്ക് കേട്ടല്ലോ അല്ലേ? സ്റ്റോയിക് ഫിലോസഫി കേട്ടല്ലോ അല്ലേ? സ്റ്റോയിക് നിങ്ങൾ പഠിക്കുന്ന മെറ്റീരിയൽ ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. സ്റ്റോയിക് STOIC, ആ സ്റ്റോയിക് ഫിലോസഫി, അല്ലെങ്കിൽ അതിന്റെ ആ കോൺസെപ്റ്റിന്റെ പേര് സ്റ്റോയിസിസം എന്നാണ്, STOICISM. അപ്പൊ അതിൽ കുറച്ച് വക്താക്കളുണ്ട്. അതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു വ്യക്തിയുടെ പേര് ZENO, ഒരുപാട് പേരുണ്ട്. പിന്നെ ഒരു SENECA, സെനക്ക. ഇങ്ങനെ കുറച്ച് പേരാണ് ഇതിന്റെ മെയിൻ അതോറിറ്റേറ്റീവ് ആളുകൾ. ഇവര് പറഞ്ഞ തത്വം ഇത്രയേ ഉള്ളൂ. മനുഷ്യര് സോഷ്യൽ ബീയിങ്സ് അല്ലേ? നമുക്കറിയാലോ, മനുഷ്യൻ മറ്റു മൃഗങ്ങളെ പോലെയല്ലോ, സോഷ്യൽ ബീയിങ് അല്ലേ? അപ്പൊ മനുഷ്യരുടെ ഈ സോഷ്യൽ റിലേഷൻഷിപ്പ് ഗവേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു വ്യക്തിയുടെ വെൽത്തോ ഹെൽത്തോ പവറോ ഒന്നും അല്ല ക്രൈറ്റീരിയ. നമ്മൾ എല്ലാവരും ഈക്വൽ ആണെന്നൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് അവരാണ് ആദ്യമായിട്ട് പറയുന്നത്, സ്റ്റോയിക് ഫിലോസഫേഴ്സ്. അപ്പൊ അവർ പറഞ്ഞ കോൺസെപ്റ്റ് നല്ല കോൺസെപ്റ്റ് അല്ലേ? അവർ പറഞ്ഞ എന്താണ്? സോഷ്യൽ റിലേഷൻഷിപ്പ് മനുഷ്യനുണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഘടകങ്ങൾ ഒരിക്കലും വെൽത്തോ പവറോ ഒന്നുമല്ല,
വെർച്യു, നന്മയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ നന്മ എന്നുള്ള ഒരു കാര്യത്തിൽ നിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും. അപ്പൊ അത് വെച്ച് നോക്കിയാൽ എല്ലാവരും എന്ത് തന്നെയാണെന്നാ പറഞ്ഞ, ഓൾ ആർ ഈക്വൽസ്. ഈക്വൽ ആയിട്ടാണ് ജനിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എല്ലാവരും ജനിച്ചിരിക്കുന്ന ഈക്വൽസ്. അപ്പൊ ഈ ഒരു സ്റ്റോയിക് ഫിലോസഫി എന്നാണ് ഇതിന്റെ തുടക്കം. പിന്നെ നിങ്ങൾ ജൂറിസ്പ്രുഡൻസി പഠിച്ചിട്ടില്ലേ? നാച്ചുറൽ ലോ തിയറി പഠിച്ചിട്ടില്ലേ? നാച്ചുറൽ ലോ തിയറി എന്ന് പറയുന്ന നിങ്ങളൊരു തിയറി പഠിച്ചില്ലേ? ഹ്യൂഗോ ഗ്രോഷ്യസിനെയും സെന്റ് തോമസ് അക്വിനാസിനെയൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ കുറെ നാച്ചുറൽ ലോ തിയറിയുടെ വക്താക്കളെ പറ്റി പണ്ട് പഠിച്ചില്ലേ? അല്ലേ? അപ്പൊ ആ തിയറി അതും കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യണം. ഇതിന് പുറമെ എന്താണ്, നാച്ചുറൽ ലോ തിയറിയിലെ വക്താക്കളും മനുഷ്യനായിട്ട് ജനിച്ചു. എന്നിട്ട് നാച്ചുറൽ ലോ തിയറിക്കകത്ത് കുറെ വേറൊരു എക്സ്ട്രീം എൻഡി പറഞ്ഞില്ലേ? ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിച്ച ഒരേ ഒരു എന്താണ് ജീവജാലം മനുഷ്യനാണെന്നും മനുഷ്യന്റെ അകത്ത് റീസണബിൾ എന്നുള്ളൊരു റീസൺ തന്നു വെച്ചിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞത് ക്രിസ്ത്യാനിറ്റി. അപ്പൊ ക്രിസ്ത്യാനിറ്റിയും കൂടി ഈ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി കണക്റ്റഡ് ആയെന്നും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ അതിലാ നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ചും അബോർഷൻ ക്രിസ്ത്യൻ ലോയിൽ വളരെ പാടായിരുന്നല്ലോ. ക്രിസ്ത്യൻ ഫിലോസഫിയിൽ പറയുന്നതാണ്, ജനിച്ചാൽ ആ ജനിച്ച വസ്തുവിനെ ഇല്ലാതാക്കാൻ ആർക്കേ പവർ ഉള്ളൂ. ഹ്യൂമൻ റൈറ്റ്സിന്റെ ഏറ്റവും ബേസിക് ആംഗിൾ ആണത്. അബോർഷൻ പോലും ക്രിസ്ത്യാനിറ്റിക്ക് ഇപ്പോഴല്ലേ മാറി വരുന്നത്. ഇപ്പൊ നമ്മുടെ ഒരുപാട് ഇൻഡിവിജ്വൽ ലിബർട്ടി ഒക്കെ വന്ന സമയത്തല്ലേ ഇപ്പൊ എന്താണ് അബോർഷനും സ്ത്രീക്കുള്ള ഓട്ടോണമി ഒക്കെ കൊടുത്തു വിട്ടിട്ട് ഇപ്പൊ അത് അബോർഷൻ ലീഗലൈസ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ പഴയ ട്രഡീഷണൽ ആയിട്ട് ഹ്യൂമൻ റൈറ്റ്സിന്റെ വക്താക്കൾ പറയുന്നത് അതിലൊരു ദൈവിക എലമെന്റും കൂടെ കൊടുത്തു എന്നാണ്. നാച്ചുറൽ ലോ തിയറിയുടെ ചില ഗ്രൂപ്പ് ഓഫ് വക്താക്കൾ. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി എപ്പോഴും ഏതിനെതിർക്കുന്നത്? അബോർഷൻ. ഒരിക്കലും ഭ്രൂണഹത്യ, ഫീറ്റിസൈഡും അല്ലെങ്കിൽ അബോർഷനും ഒക്കെ ക്രിസ്ത്യാനിറ്റി എതിർക്കുന്നതിന്റെ ഒരു റീസൺ അതാണ്. ജീവന്റെ തുടുപ്പ് ഉണ്ടായാൽ തന്നെ പിന്നെ അത് ദൈവം തന്നെയാണ് അത് എടുത്ത് കളയേണ്ട, മനുഷ്യൻ അതിനകത്ത് റോളില്ല എന്നൊക്കെ പറഞ്ഞ ഒരു സൈഡിൽ കൂടെ ഒരു തിയറി ഉണ്ട്. അതങ്ങനെ നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു പഴയ ചിന്തകന്മാരുടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നെങ്കിലും അതിനുശേഷം ഭരണകൂടങ്ങള് കിങ്ങും ക്യൂനും ഒക്കെ അറിയാമല്ലോ, ഇംഗ്ലണ്ടിലും മറ്റും എല്ലായിടവും കിങ്ങും ക്യൂനും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ അവകാശങ്ങളെല്ലാം അവരങ്ങ് പിടിച്ചെടുത്തു. ദൈവത്തിന്റെ വക്താക്കളാണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് രാജാക്കന്മാർ, നമ്മളെ പോലെ മനുഷ്യർ എന്താണ് രാജാവിൻ്റെയൊക്കെ പരിവേഷം ഉണ്ടാക്കിയിട്ട് നമ്മളെ ഫുൾ കൺട്രോൾ ചെയ്തിട്ട് അവരുടെ തോന്നിവാസത്തിൽ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഇൻഹറന്റ് ആയിട്ടുള്ള പല റൈറ്റ്സും ഈ പറഞ്ഞ ഭരിക്കുന്ന ആ ആളുകൾ നമ്മുടെ നിന്ന് എടുത്തു കളയാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് ലോയിലോട്ട് വരാൻ പോണത്. ഹ്യൂമൻ റൈറ്റ്സ് നമുക്ക് ആരും തന്നില്ലെന്ന് പറഞ്ഞെങ്കിലും എന്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ് ലോ ആയി മാറി എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു പേപ്പർ എന്തുകൊണ്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ളതിന്റെ ഉത്തരം ഞാൻ ഇപ്പൊ പറയാം. എല്ലാ മനുഷ്യരും ബൈ ബർത്ത് നല്ല ഹ്യൂമൻ റൈറ്റ്സോട് കൂടിയാണ് ജനിച്ചു നമ്മൾ പറഞ്ഞ വാദങ്ങൾ ഉണ്ടെങ്കിൽ പോലും പിൽക്കാലത്ത് ഭരണകൂടങ്ങൾ അവരുടെ തോന്നിവാസത്തിന് നമ്മുടെയൊക്കെ ഈ അവകാശങ്ങൾ ഹനിച്ചു തുടങ്ങി. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ അല്ലേ, ഹിറ്റ്ലർ ഭരിച്ച സമയത്ത് ജ്യൂസ് ഒരു മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് മാത്രം കൊന്നൊടുക്കിയില്ലേ. അപ്പൊ അതൊക്കെയാണ് അങ്ങ് അറ്റത്തെ എന്താണ് എന്തിന്റെ ലംഘനമാണ്. ഒരു മതത്തിൽ ജനിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് they were exterminated or they were subjected to genocide. പിന്നെ കുറച്ചുപേര് എന്ത് ചെയ്തു, നമ്മളെയൊക്കെ മനുഷ്യരെ ഈ ഭരണകൂടവും അങ്ങനെയുള്ള ഹൈ ക്ലാസ് ആളുകൾ, എലൈറ്റ് ക്ലാസ് നമ്മളെയൊക്കെ അടിമകളാക്കി മാറ്റി. അപ്പൊ ഒരു ഭരണവർഗം ഡെവലപ്പ് ചെയ്തിട്ട് ആ ഭരണവർഗം തീരുമാനിക്കുന്നത് മാത്രമേ അവരുടെ ഔദാര്യത്തിൽ നമുക്ക് എന്ത് കിട്ടി തുടങ്ങി. നമുക്ക് ബേസിക്കലി ജനിച്ചപ്പോ തൊട്ടേ നമ്മുടെ അകത്തുള്ള കംപ്ലീറ്റ് റൈറ്റ്സ് അത് വെറും ഭരിക്കുന്നവരുടെ എന്താണ് ഔദാര്യമായി മാറിക്കഴിഞ്ഞു. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇംഗ്ലണ്ടിലെ കിങ്ങും ക്യൂവിന്റെ ഒക്കെ ഇമ്മ്യൂണിറ്റിയും പവറും. കണ്ടില്ലേ, അവർക്ക് എന്തുകൊണ്ടോ ചെയ്യാമായിരുന്നില്ല. അല്ലെങ്കിൽ ഏറ്റവും നല്ല വേറൊരു ലൈവ് എക്സാമ്പിൾ ആണ് ഹിറ്റ്ലറുടെയൊക്കെ ഇഷ്യൂസ്. പ്രത്യേകിച്ച് പിന്നെ ഇങ്ങനെ വന്നതിനെ സംബന്ധിച്ച് ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും ഒക്കെ വന്ന് പിക്ചർ ആകെ വേഴ്സ്റ്റായി. ഒരു മനുഷ്യനും സന്തോഷത്തോടെ ജീവിക്കാനൊക്കാത്ത അവസ്ഥയായി. എല്ലാ ബേസിക് റൈറ്റ്സും എടുക്കപ്പെട്ടു. ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ല, എക്സ്പ്രഷൻ ഇല്ല, അസോസിയേഷൻ ഇല്ല, മൂവ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ ലിബർട്ടി ഇല്ല, അല്ല ഒരു റൈറ്റും ഇല്ല. സ്ലേവറി, ഫോഴ്സ് ലേബർ, വിചാരണ ഇല്ലാതെ തൂക്കിക്കൊല്ലും. ഇതൊക്കെ എന്താണ് ആ ഒരു ഭരണത്തിന്റെ ഭരണകൂട തീവ്രവാദമായിരുന്നു. ഇങ്ങനെ നിന്ന സമയത്താണ് ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ള വാദത്തിന്റെ അടിസ്ഥാനമായിട്ട്
ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും അമേരിക്കയിലും ഒക്കെ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. നേരെ ഇന്ത്യയിലോട്ട് വരാന്നിട്ട് അങ്ങനെ ഒന്ന് വന്നതാണ്. നമുക്കറിയാം ഇംഗ്ലീഷ് അവിടുന്ന് കിങ് ജോൺ ഒരു 1215 ഒരു ഡിക്ലറേഷൻ, ഒരു മാഗ്ന കാർട്ട ഇറക്കിയിട്ട് പറഞ്ഞു, രാജാവും ലോയ്ക്ക് സബ്ജക്റ്റ് ആണ്, അല്ലാതെ ലോയുടെ മോളിലല്ല, രാജാവിന്റെ മോളിലും ലോ ആപ്ലിക്കബിൾ ആണെന്നും മനുഷ്യന്റെ ഒക്കെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യപ്പെടണമെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് മാഗ്ന കാർട്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യും. 1215 വന്നു കഴിഞ്ഞു. പിന്നെ അടുത്ത് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഫ്രഞ്ച് വിപ്ലവം വന്നില്ലേ, 1789 ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ അവിടെ തന്നെ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രാറ്റേണിറ്റി എന്നുള്ള വാച്ച് വേർഡ്സ് അല്ലേ. അപ്പൊ ആ സമയത്ത് ഒരുപാട് തത്വചിന്തകന്മാര്, റൂസോ, മോണ്ടസ്ക്യൂ, അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരുപാട് ആളുകളുടെയൊക്കെ റൈറ്റിങ്സും ഒക്കെ ഇതിനകത്ത് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി വാദിച്ച് ഒരുപാട് പേര് റൈറ്റിങ്സ് ഒക്കെ എഴുതി. ഈവൻ നിങ്ങൾ പഠിച്ചില്ലേ, ജർമ്മി ബന്ധം പോലും പറഞ്ഞില്ലേ, ഒരു മാക്സിമം ഹാപ്പിനെസ് ടു ദ മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺ ഷുഡ് ബി ദ ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ. അപ്പോൾ ഒരുപാട് റൈറ്റിങ്സും അങ്ങനെയുള്ള റൈറ്റേഴ്സിന്റെയും കോൺട്രിബ്യൂഷൻസ് സൈഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ വന്നതിന് ശേഷം നമ്മൾ നേരെ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ലോയിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഇത് ഇത്രയും വരെ ഹിസ്റ്ററി ആയിട്ട് പറഞ്ഞു. ഇനി നമ്മൾ ഹിസ്റ്ററിയുടെ അടുത്തൊരു സ്റ്റേജാണ് 1948 നമ്മൾ എത്തി. പറഞ്ഞില്ലേ, അപ്പൊ ഏൻഷ്യൻ, ഞാൻ പറഞ്ഞില്ലേ, ഏൻഷ്യൻ ഏതൻസിലുള്ള സ്റ്റോയിസിസം തൊട്ട് തുടങ്ങി നമ്മൾ ഒരുപാട് തലമുറകൾ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത്. എവിടെ വരെ എത്തി നമ്മൾ? തീർച്ചയായും പേപ്പർ അങ്ങനെ പഠിക്കേണ്ടത് എഴുതേണ്ടത്. ഇപ്പൊ നമ്മൾ ഏത് വർഷം എത്തി? 1948. യെസ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി ഹ്യൂമൻ റൈറ്റ് ലോയുടെ കംപ്ലീറ്റ് എസ് ഇതിനകത്ത് നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ 1948 പ്രത്യേകം നിങ്ങൾക്ക് അറിയാലോ, 1945 UN വന്നു. ഓക്കെ, UN വന്ന എന്തിനാ? UN എന്തിനാ വന്നത്? സത്യത്തിൽ ഫസ്റ്റ് വേൾഡ് വാർ നടന്നപ്പോൾ അത് തടയാൻ വേണ്ടി, ഇനിയൊരു യുദ്ധം തടയാൻ വേണ്ടി ലീഗ് ഓഫ് നേഷൻസ് വന്നെങ്കിലും അത് അത്ര പരാജയമായതുകൊണ്ട് അതിന്റെ ആഷസിൽ നിന്നാണ് ഏതുണ്ടായത്? യെസ്, UN എന്തിനാ ഇപ്പൊ വന്നത്? ഒറ്റ ചോദ്യം നിങ്ങളുടെ, UNന്റെ ഒറ്റ ലക്ഷ്യം എന്താണ്? യെസ്, പറഞ്ഞ വാക്ക് കറക്റ്റ് ആണ്. പ്രിവെന്റ് ഫർദർ വാർ ആൻഡ് പീസ്. അപ്പൊ ആ ഡെഫിനിഷനിൽ പറഞ്ഞതിന്റെ ഇൻഗ്രീഡിയൻസ് ഇത്രയാണ്: വാർ തടഞ്ഞ് പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു ചെറിയ ടെക്നിക്കൽ പ്രശ്നമുണ്ട്. വാർ ഇല്ല എന്ന് പറഞ്ഞ് പീസ് ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ ഈ പരീക്ഷയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പീസ് എന്ന് പറയുമ്പോൾ മിയർ ആബ്സെൻസ് ഓഫ് വാർ അല്ല. ഓരോ മനുഷ്യന്റെയും ഡെവലപ്മെന്റ്, മെന്റൽ, ഫിസിക്കൽ, എല്ലാ ഡെവലപ്മെന്റും ടു ദ ഫുള്ളസ്റ്റ് എക്സ്റ്റെന്റ് വരുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലേ അവിടെ മാത്രമേ എന്തുള്ളൂ. അതാണ് യഥാർത്ഥ പീസ് എന്നാണ് നമ്മളിപ്പോൾ നിർവചിക്കേണ്ടത്. ഈ പേപ്പറിന് വേണ്ടി നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. പീസ് എന്ന് പറഞ്ഞാൽ പഴയ നിർവചനം ശരിയാണ്, ആബ്സെൻസ് ഓഫ് വാർ ആണ് എന്ത് പഴയ ഡെഫിനിഷൻ. നിങ്ങൾ പറഞ്ഞത് ശരിയാ. UN ഒക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ യുദ്ധ സമയത്തൊക്കെ നമ്മൾ പറയുന്ന പീസ് ഇത് തന്നെയാണ്. എന്താണ്? വാർ, യുദ്ധമില്ലായ്മയാണ് എന്താണ് പീസ് എന്ന് പറയുന്നു. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ യുദ്ധം ഇല്ലല്ലോ. ലോക രാജ്യങ്ങളിലൊക്കെ പീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് ഇപ്പൊ പീസ് ഉണ്ടോ? അതാണ് നമ്മൾ ഇതിനകത്ത് ഈ പേപ്പറിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോ UN പോലുള്ള അന്താരാഷ്ട്ര ബോഡി വന്നത് തർക്കമില്ല. ശോഭമാരം പറഞ്ഞനക്ക് ടു പ്രിവെന്റ് ഫർദർ വാർ ആൻഡ് എസ്റ്റാബ്ലിഷ് പീസ് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ കുറച്ചും കൂടെ ഹ്യൂമൻ റൈറ്റ് ആംഗിളിലോട്ട് നമ്മൾ ആ ഒരു ഡെഫിനിഷനെ മാറ്റിയിട്ട് നിങ്ങൾ എന്തെഴുതണം? പീസ് എന്ന് പറഞ്ഞാൽ എന്തല്ല എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്തല്ല? ആബ്സെൻസ് ഓഫ് വാർ അല്ല. പിന്നെന്താണ്? ഓരോ മനുഷ്യനും ഫുള്ളസ്റ്റ് എക്സ്റ്റെന്റിൽ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കണം, അവസരം വേണം. അതാണ് യഥാർത്ഥ എന്ത്? യെസ്, അതാണ് പീസ്. ആ തിരിച്ചറിവ് UN ഉണ്ടായത് കൊണ്ടാണ് UN തന്നെ ഒരു വിങ് നിങ്ങൾ പഠിച്ചില്ലേ, എക്കോസോക്ക് പഠിച്ചില്ലേ? എക്കോസോക്ക്, എക്കണോമിക് ആൻഡ് സോഷ്യൽ. യെസ്, കണ്ടില്ലേ? ആ ബോഡി നിങ്ങൾ ഇതിനകത്ത് എഴുതാൻ. അപ്പൊ ആ ബോഡിയുടെ ലക്ഷ്യം യുദ്ധം തടയാനോ ഒന്നും അല്ല. UN മെമ്പർ രാജ്യങ്ങൾക്ക് 2 ആംഗിളിലുള്ള ഡെവലപ്മെന്റ്സിന് വേണ്ടിയാണ് ഏത് ബോഡി കൊണ്ടുവന്നിരിക്കുന്നത്? എക്കോസോക്ക്. അപ്പൊ എക്കോസോക്ക് എന്തിനാന്ന് മനസ്സിലായല്ലോ. രാജ്യങ്ങൾ എക്കണോമിക്കലി ആയിട്ടും സോഷ്യലായിട്ടും എന്ത് ചെയ്യപ്പെടണം?
ഡെവലപ്പ് ചെയ്യപ്പെടണം. ഇതാണല്ലോ അപ്പൊ ആശയം വരെ. 1948 വരെയുള്ള പിക്ചർ ഇതാണ്, 45 തൊട്ടുള്ള പിക്ചർ. ഇതിന് വേണ്ടിയാണ് 1948 UN തന്നെ ഒരു കൂടുതൽ അറിയാവുന്ന കാര്യം, കൂടുതൽ കത്തി വെക്കുന്നില്ല. UN എന്തിറക്കി? ഡിക്ലറേഷൻ അല്ലേ? UN ഡിക്ലറേഷൻ ഓഫ് UDHR അല്ലേ? UN ഡിക്ലറേഷൻ. അപ്പൊ എന്റെ പേരെന്താ? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് അല്ലേ? 1948 UN ഇറക്കിയ ഡിക്ലറേഷൻ എന്താണ്? യൂണിവേഴ്സൽ. ആ വാക്കാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. കണ്ടില്ലേ? അപ്പൊ യൂണിവേഴ്സൽ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഏതൻസിലെ കാര്യം പറഞ്ഞു, ഇംഗ്ലണ്ടിലെ എന്താണ് കിങ് ജോണിന്റെ 1215 കാര്യം പറഞ്ഞു, ഫ്രാൻസിൽ നടന്ന വിപ്ലവം പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. പക്ഷെ ഗ്ലോബൽ ആയിട്ട് യൂണിവേഴ്സൽ ആയിട്ട് ഒരു ഹ്യൂമൻ റൈറ്റിന് വേണ്ടി വന്ന ഫസ്റ്റ് ഡോക്യുമെന്റ് ഏതാണ്? UDHR വന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്. ഇത് പറഞ്ഞാൽ നമുക്ക് പിന്നെ മൊത്തം ഉണ്ടാക്കി എഴുതാൻ പറ്റും. ഇത് അപ്പൊ UDHR വന്നിട്ട് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സൽ എന്നുള്ള വാക്കാണ് നിങ്ങൾ അതിനകത്ത് ഹൈലൈറ്റ്. വെറും ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നല്ല. അപ്പൊ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞാൽ രാജ്യങ്ങളോ കോണ്ടിനെന്റോ അതൊന്നും നോക്കാതെ യൂണിവേഴ്സൽ ആയിട്ട് എന്ത് കിട്ടണം? എല്ലാ ഇൻഡിവിജ്വൽസിനും എന്ത് കിട്ടണം? ഹ്യൂമൻ റൈറ്റ്സ് കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഈ 48 വന്നപ്പോ ഇന്ത്യയിൽ ഇവിടെ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് സമയമായിരുന്നല്ലോ. ഞാൻ അതും കൂടെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പേപ്പറിൽ ഉള്ള ചെറിയ സമയം കൂടെ എഴുതാൻ വേണ്ടി പറഞ്ഞുതരാം. ഇവിടുത്തെ ഇന്ത്യയിൽ നമ്മൾ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പീരീഡ് അല്ലേ 1948 അല്ലേ? യെസ്. അപ്പോഴാണ് 1948 UDHR വന്നിട്ട് 30 ആർട്ടിക്കിളാണ് അതിനകത്തുള്ള. ആർട്ടിക്കിൾ 1 തൊട്ട് 30 വരെയുള്ള ആർട്ടിക്കിളിൽ നിങ്ങൾ കൂടുതൽ ഞാൻ പറയുന്നില്ല, ഒരു മനുഷ്യന് ജീവിക്കാനുള്ള, നല്ലോണം ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും എവിടെ കൊടുത്തിട്ടുണ്ട്? 30 ആർട്ടിക്കിളാണ്. UDHR ആർട്ടിക്കിൾ 1 തൊട്ട് 30 വരെ കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. റൈറ്റ് ടു ലൈഫ്, ഇതൊക്കെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചുകൊണ്ട് ഇതിനകത്ത് എഴുതാൻ പറ്റുന്നതാണ്. റൈറ്റ് ടു ലൈഫ്, സെക്യൂരിറ്റി, ലിബർട്ടി, റൈറ്റ് അഗൈൻസ്റ്റ് സ്ലേവറി, ഫോഴ്സ്ഡ് ലേബർ, റൈറ്റ് അഗൈൻസ്റ്റ് ടോർച്ചർ, റൈറ്റ് അഗൈൻസ്റ്റ് ഇൻഹ്യൂമൻ ആക്ടിവിറ്റീസ് അല്ലേ? റൈറ്റ് ടു ഇക്വാളിറ്റി ബിഫോർ ലോ, റൈറ്റ് ടു ലീഗൽ റെമഡീസ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു ലെഷർ. ഇങ്ങനെ ഒരു മനുഷ്യന് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നത് അതെല്ലാം എന്തെഴുതാം. റൈറ്റ് ടു ഫാമിലി, ഇതെല്ലാം എന്താണ്? അല്ലെങ്കിൽ റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പോസ്ഡ് ഫാക്ടർ ലോ, ഇതെല്ലാം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ് എവിടെ പറഞ്ഞിരിക്കുക? ചോദിക്കാൻ നിങ്ങളുടെ അടുത്ത്. യെസ്, UDHR പറഞ്ഞിരിക്കുക. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് നോക്കിയപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പകുതി കാര്യങ്ങൾ മാത്രമേ ഇന്ത്യയില് മൗലികാവകാശമായിട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ ഹ്യൂമൻ റൈറ്റ്സും ഫണ്ടമെന്റൽ റൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക്. UDHR പറഞ്ഞിരിക്കുന്ന എല്ലാം എന്തായിട്ട് കൊടുക്കാനാണ്? എല്ലാം എന്താക്കാൻ പറഞ്ഞിരിക്കുക? ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് കൊടുക്കാൻ. യെസ്. പക്ഷേ ഇന്ത്യൻ അന്നത്തെ ഭരണകർത്താക്കൾ നോക്കിയപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്ന പലതും സ്വതന്ത്രം ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എക്കണോമിക് ദാരിദ്ര്യം ഇന്ത്യക്ക് ഉണ്ട് അല്ലേ? ബ്രിട്ടീഷുകാർ നമ്മുടെ എല്ലാം ഇല്ലാതാക്കിയിട്ടല്ലേ പോയത്. അപ്പോ ആ സ്വതന്ത്ര ഇന്ത്യക്ക് ഈ പറഞ്ഞ എല്ലാം മൗലികാവകാശമായിട്ട് കൊടുക്കാൻ പറ്റാതായിപ്പോയി. അപ്പോഴെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ചാർട്ടറിൽ കണ്ട സോഷ്യൽ ആൻഡ്, വീണ്ടും പറയാം, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് എല്ലാം, അതായത് സർക്കാരിന് വലിയ ചെലവില്ലാത്ത അവകാശം, ഞാൻ വേണ്ടി കളിയാക്കി പറയുന്നില്ല, റിയാലിറ്റി പറഞ്ഞു തരാം. സർക്കാരിന്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി നോക്കാതെ തന്നെ കൊടുക്കാവുന്നതിനെല്ലാം ഏത് ഡെഫിനിഷനിൽ വരും? സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അതിനെല്ലാം നമ്മുടെ ഭരണകർത്താക്കളെടുത്ത് പാർട്ട് 3 ഇട്ടു. അപ്പൊ ഇവിടെ പാർട്ട് 3 എങ്ങനെ വന്നു? പാർട്ട് 3യും ഈ പറഞ്ഞ UDHR തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലായല്ലോ. UDHR പറഞ്ഞിരിക്കുന്നതിൽ നമുക്ക് സർക്കാരിന് പൈസ നോക്കാതെ തന്നെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നത് എല്ലാം എടുത്ത് എവിടെ ഇട്ടു? ഭരണഘടനയിലെ പാർട്ട് 3 ഇട്ടു. ക്ലിയർ അല്ലേ? ഇനി ഇട്ടിട്ട് മിച്ചം വന്നു. ഞാൻ ചോദിക്കുക, ഇവിടെ നമ്മുടെ ഭരണഘടന വന്ന സമയത്ത് റൈറ്റ് ടു വർക്കും റൈറ്റ് ടു എഡ്യൂക്കേഷനും എവിടെ ഇല്ല? കണക്ട് ചെയ്ത് തരാം. ഇതാണ് നിങ്ങളെ പരീക്ഷ എഴുതാൻ വേണ്ടി പറയാം.
UDHR പറയുന്ന ഇതെല്ലാം എന്താക്കിയാ പറയുന്നത്? റൈറ്റ് ടു വർക്കും റൈറ്റ് ടു എഡ്യൂക്കേഷനും ഒക്കെ എന്താക്കാനാ പറഞ്ഞിരിക്കുന്നത്? ഹ്യൂമൻ റൈറ്റ്സ് ആക്കണം. അല്ല, ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അപ്പൊ ഇന്ത്യക്ക് യെസ്, അത് ഹ്യൂമൻ റൈറ്റ്സ് ആയതുകൊണ്ട് ഇന്ത്യക്ക് അതിനെ എന്താക്കണം? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആക്കണം. പക്ഷേ ഇന്ത്യക്ക് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ, ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും കമ്പൽസറി ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുമോ? നോ. എല്ലാ ക്വാളിഫൈഡ് വ്യക്തികൾക്കും പിടിച്ചു നിന്ന് അല്ലെങ്കിൽ ജോലി കൊടുക്കാൻ പറ്റുമോ? നോ. അങ്ങനെ പറ്റാത്തതെല്ലാം, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ എക്കണോമിക് കപ്പാസിറ്റിയും കൂടെ നോക്കി കൊടുക്കേണ്ടതായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സിനെ എടുത്ത് ഭരണകർത്താക്കൾക്ക് എവിടെ ഇടേണ്ടി വന്നു? പാർട്ട് 4 ഇടേണ്ടി വന്നു. ക്ലിയർ ആണല്ലോ ഇപ്പം? അപ്പൊ UDHRന്റെ 30 വകുപ്പിനെ നമ്മൾ ഇവിടെ ഭരണഘടനയ്ക്കകത്ത് 2 കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുതരാം. അങ്ങനെ നിങ്ങൾ പഠിക്കാൻ പറഞ്ഞ കാര്യം വരുന്നില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ നേരെ പോയിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് പാർട്ട് 3 പാർട്ട് 4 മൊത്തം വായിച്ച് അതിന്റെ വകുപ്പുകൾ മൊത്തം അതിന്റെ തത്വം മൊത്തം പഠിച്ച് എഴുതുമ്പോ ഏതാവും? കൂടുതൽ എനിക്ക് ഇനി പറഞ്ഞുതരാനില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം. UDHRന്റെ 1 to 30 ആവും. UDHRലെ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ആസ്പെക്റ്റിലുള്ള എല്ലാ കാര്യം മനുഷ്യർക്ക് വേണ്ട എല്ലാം UDHR എന്നുള്ളതിന് നമ്മുടെ ഇന്ത്യക്കകത്ത് കൊണ്ടുവന്നിരിക്കുന്ന 2 വിധത്തിലാണെന്ന് മനസ്സിലായില്ലേ? ഇല്ലേ? എന്തുകൊണ്ടാണ് 2 ആക്കി മാറ്റിയതെന്ന് മനസ്സിലായല്ലോ? എന്താണ്? എക്കണോമിക് കപ്പാസിറ്റി നോക്കിയിട്ടേ ചിലത് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ എക്കണോമിക് കപ്പാസിറ്റി നോക്കാതെ കൊടുക്കാൻ പറ്റുന്നതിനെല്ലാം നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഏതിൽ കൊണ്ടുവന്നു? പാർട്ട് 4 അല്ല, എക്കണോമിക് കപ്പാസിറ്റി നോക്കാതെ തന്നെ കൊടുക്കാൻ പറ്റുന്നത് പാർട്ട് 3 കൊണ്ടുവന്നു. അതിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന വാക്കാണ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അപ്പൊ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. മറ്റേതിന്റെ പേരെന്താണ്? ഈ പറഞ്ഞ കൊടുക്കാൻ പറ്റാത്ത കുറെ റൈറ്റ്സ് ഇല്ലേ, അതിനെ നമ്മൾ എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ റൈറ്റ് ടു വർക്ക് എഡ്യൂക്കേഷൻ ഒക്കെ ഏതിലാ വരുന്നേ? ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, പറഞ്ഞ സെൻസ് കിട്ടിയല്ലോ അല്ലേ എല്ലാവർക്കും? നാളത്തെ പരീക്ഷയ്ക്ക് ഇതേ ഉള്ളൂ മാർഗം. എനിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ് ഫുൾ മാർക്കിന് നിങ്ങൾ എഴുതണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. അപ്പൊ UDHR നിങ്ങൾ ഇനി കൂടുതൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ ഏത് എഴുതിയാൽ മതി? UDHRന്റെ എസ്സേ കിട്ടുമ്പോൾ നിങ്ങൾ ഏത് മാത്രം എഴുതിയാൽ മതി? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത്? പാർട്ട് 3 പാർട്ട് 3 പാർട്ട് 4 കൂടെ ചേർത്ത് എഴുതുമ്പോ ഏതായി? UDHRന്റെ കണ്ടന്റ് ആയെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ക്ലിയർ? അതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ സർ. അതിന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നില്ലേ? റൈറ്റ് ടു എഡ്യൂക്കേഷനും റൈറ്റ് ടു വർക്കും ഒക്കെ UDHRൽ ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുകയല്ലേ? അത് ഇന്ത്യയിൽ ഹ്യൂമൻ റൈറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്ത് റൈറ്റ് അല്ല ഇന്ത്യയിൽ? നിങ്ങൾ അങ്ങനെയാണ് പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. ഹ്യൂമൻ റൈറ്റ് ആണെങ്കിൽ റൈറ്റ് അല്ല, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. വെറും എവിടെ കിടന്നു ആ വാക്കുകളൊക്കെ? പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലല്ലേ കിടന്നത്? തീർന്നില്ല. നിങ്ങൾ അവിടുത്തെ അത് ഹിസ്റ്ററി ആക്കി മാറ്റിയിട്ട് നിങ്ങൾ പറയണം, ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പാർട്ട് 4 കിടന്ന് ഈ പറഞ്ഞ റൈറ്റ് ടു എഡ്യൂക്കേഷനെയും റൈറ്റ് ടു വർക്കിനെയൊക്കെ പല പല കേസിൽ പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 21-നകത്തുള്ള മൗലിക അവകാശമാക്കി നമുക്ക് തന്നതും കൂടെ എഴുതണം. ക്ലിയർ അല്ലേ? ഭരണഘടന വന്ന സമയത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എവിടെയായിരുന്നു? പാർട്ട് 4-ലല്ലേ? അല്ലേ? കാരണം ഇത് ചോദിച്ചിട്ടുണ്ട്, ജുഡീഷ്യൽ കോൺട്രിബ്യൂഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ. നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഒരു ആശയം ഞാൻ പറഞ്ഞുതരാം. പാർട്ട് 3 വെറും ഡയറക്റ്റീവായിട്ട് കിടന്ന റൈറ്റ് ടു എഡ്യൂക്കേഷനെയാണ് മോഹിനി ജെയിന്റെ കേസിലും ഉണ്ണികൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് AP കേസിലും നമ്മുടെ സുപ്രീം കോർട്ട് വ്യാഖ്യാനിച്ച് ഏതിനകത്ത് കയറ്റി തന്നു? ആർട്ടിക്കിൾ 21-നകത്ത് കയറ്റി തന്നു. യെസ്, അങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, 86 അമെൻമെന്റ് ആക്ട് കൊണ്ടുവന്നിട്ട് ഭരണഘടനയിൽ പിന്നെ ഒരു വകുപ്പും കൂടെ ചേർക്കപ്പെട്ടില്ലേ? ആർട്ടിക്കിൾ 21 A. എന്നിട്ട് പറഞ്ഞു എന്താണ്? സർക്കാർ 6-നും 14-നും ഇടയ്ക്കുള്ള കുട്ടികൾക്കൊക്കെ എന്ത് കൊടുക്കണമെന്നും? ഫ്രീ എഡ്യൂക്കേഷൻ. അപ്പൊ അതേപോലെ നെക്സ്റ്റ് റൈറ്റ് ടു വർക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? റൈറ്റ് ടു വർക്ക് ഭരണഘടന വന്നപ്പോൾ ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റാത്ത കാര്യമായിരുന്നില്ലേ? അതുകൊണ്ടാണല്ലോ ഭരണഘടന കർത്താക്കൾ അതെടുത്ത് പാർട്ട് 4-ൽ ഇട്ടിരുന്നത്. ഒന്നിലധികം കേസസ്, ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വേഴ്സസ് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മസ്തൂർ സഭ കേസിലും സുപ്രീം കോർട്ട് പറഞ്ഞു റൈറ്റ് ടു ലൈഫ് ഉണ്ട്. ലൈഫ് ഉണ്ടെങ്കിൽ, നല്ലോണം ജീവിക്കണമെങ്കിൽ റൈറ്റ് ടു വർക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞ് കോടതി വിധികൾ വന്നതിന് ശേഷമാണ്
ഫണ്ടമെന്റൽ റൈറ്റ് ആക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിവിടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് കൊണ്ടുവന്നിട്ട് അല്ലേ റൂറൽ ഏരിയയിൽ മാത്രം 100 ദിവസത്തെ എന്തുറപ്പ് വരുത്തി ഇപ്പം കണ്ടില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ റൈറ്റ് ടു വർക്ക് എന്നുള്ളൊരു ഹ്യൂമൻ റൈറ്റിനെ നമ്മൾ ഏതിന്റെ സ്റ്റാറ്റസിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എഴുതണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലായില്ലേ? നമ്മൾ ഭരണഘടനയെ പറഞ്ഞിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റിൽ പെടാത്തതും എന്തിൽ വരുമെന്ന് മനസ്സിലായില്ലേ? ഏതിൽ വരും? ഏത് വാക്കിൽ വരും? ഇതിൽ വലുത് ഏതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ് ആണോ ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? Human rights. വലുത് ഏതാണെന്നാണ് ചോദിച്ചത്. വൈഡർ. Human rights. യെസ്. അപ്പൊ അങ്ങനെയാണ് ഈ പരീക്ഷ നിങ്ങൾ അതിനകത്ത് അപ്രോച്ച് ചെയ്യേണ്ട. വൈഡർ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ട് ആരുടെ ഔദാര്യം വേണ്ട, നമ്മുടെ ഇൻഹറന്റ് ആയിട്ട് അകത്ത് കിടക്കുന്ന എല്ലാം എന്ത് തന്നെയാണ്? ഹ്യൂമൻ റൈറ്റ് ആണ്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന പോലും അതിൽ ചിലത് മാത്രമാണ് നമുക്ക് എന്തായിട്ട് തന്നിരിക്കുന്നത്? റൈറ്റ്. പക്ഷേ ഹ്യൂമൻ റൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ് പാർട്ട് 4 ഇട്ടിട്ട് നിങ്ങൾ പഠിച്ചില്ലേ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അല്ലെങ്കിൽ റൈറ്റ് ടു വർക്ക്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒക്കെ ഹ്യൂമൻ റൈറ്റ് ആണ്. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ അത് എന്തല്ലായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നില്ല. അതിനെ പരീക്ഷ എഴുതാൻ വേണ്ടി ഇതൊക്കെ പരീക്ഷ എഴുതാലേ ഫുൾ മാർക്ക് കിട്ടും. ജസ്റ്റിസ് കുട്ടുസ്വാമിയുടെ കേസ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? മറന്നുപോയോ? കോഴിക്കോടുള്ളവരൊക്കെ എല്ലാം ആക്റ്റീവ് ആണല്ലോ. ഇപ്പൊ ഒരു ആരും മിണ്ടാതിരിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ധന്യ? കേൾക്കുന്നുണ്ട് സാർ. അപ്പൊ ഇതിന്റെ ഈ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. എങ്ങനെയാണ് നമ്മളിപ്പോ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് നിങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് എസ് എഴുതേണ്ട കാര്യം നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? ഞാൻ ചോദിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ആംഗിൾ എഴുതേണ്ട പോയിന്റ്സ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പം UDHR ഞാൻ അതുകൊണ്ടാണ് മനഃപൂർവ്വം തുടങ്ങിയത്. UDHRൽ ആർട്ടിക്കിൾ 1 തൊട്ട് 30 വരെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് എല്ലാ മനുഷ്യർക്കും ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ ഹ്യൂമൻ റൈറ്റ്സിനെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാകർത്താക്കള് 2ആയിട്ട് മാറ്റി എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ആ മാറ്റിയത് കുറ്റമല്ല ഞാൻ പറഞ്ഞത്. അന്ന് മാറ്റിയതിന്റെ റീസണും ഞാൻ പറഞ്ഞു തന്നു. അതിലുള്ള സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഒക്കെ നമുക്ക് സർക്കാരിന്റെ നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസോസിയേഷൻ, മൂവ്മെന്റ്, സ്ലേവറിക്ക് ഇതിനൊക്കെ സർക്കാരിന് ചെലവില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ സർക്കാരിന് പൈസ. പക്ഷേ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഫുഡ്, റൈറ്റ് ടു ഷെൽട്ടർ, എല്ലാവർക്കും വീട് വെച്ച് തരണം, ഇതൊക്കെ പൈസ സർക്കാരിനുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഏതല്ല? ഫണ്ടമെന്റൽ റൈറ്റ് അല്ലായിരുന്നു. പക്ഷെ ഇവിടെയാണ് നമ്മൾ ജഡ്ജസിന്റെ എസ്സേയും കൂടെ ഞാൻ കണക്ട് ചെയ്ത് തരിക. അപ്പൊ നിങ്ങൾ ആർട്ടിക്കിൾ 21 നല്ലൊരു എസ്സേ പ്രിപ്പയർ ചെയ്ത് പോയാൽ അത് വെച്ചിട്ട് തന്നെ കുറെ മാർക്ക് ജുഡീഷ്യൽ ട്രെൻഡ് ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഓക്കെ. കാരണം അതിന് വേറൊരു നല്ലൊരു എക്സാമ്പിൾ നിങ്ങൾക്കില്ല. ഇന്ത്യയിൽ ഫ്രീ ലീഗൽ എയ്ഡ് ഇല്ലല്ലോ. ഭരണഘടനയ്ക്കകത്ത് പാർട്ട് എന്താണ് 3 ഫ്രീ ലീഗൽ എയ്ഡ് ഇല്ലായിരുന്നല്ലോ. പിന്നെ നമ്മുടെ സുപ്രീം കോർട്ടല്ലേ MH അസ്കോട്ട് കേസിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഈക്വൽ ജസ്റ്റിസ് കിട്ടണമെങ്കിൽ പാവപ്പെട്ട വ്യക്തിക്ക് എന്താണ് നിയമസഹായം ഫ്രീ ആയിട്ട് കിട്ടുന്ന അവന്റെ റൈറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ് പോലും ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റിന് നമ്മുടെ സുപ്രീം കോർട്ടാണ് അത് ഇന്ത്യയിൽ മൗലിക അവകാശമാക്കി തന്നതും. അതിനുശേഷമാണ് നിങ്ങൾക്കറിയാലോ ഇന്ത്യയിൽ ഇവിടെ ഏത് ആക്ട് വന്നു? ലീഗൽ, ഇത് എഴുതാൻ വേണ്ടി പറയാം, ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് കൊണ്ടുവന്നില്ലേ? ആക്ട് കൊണ്ടുവന്നിട്ട് അതിനകത്ത് എന്താ പറയുന്നേ? സ്ത്രീകള്, കുട്ടികള്, ഇതൊക്കെ പരീക്ഷ സിലബസിലുള്ളതാണ്, നിങ്ങൾ എഴുതേണ്ടി വരും. സ്ത്രീകള്, കുട്ടികള്, സുനാമിയുടെ പോലത്തുള്ള എന്താണ് പ്രകൃതി വിക്ടിംസ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്, അല്ലെങ്കിൽ വാർഷിക വരുമാനം ഒരു ലിമിറ്റ് താഴെയുള്ളവർക്കൊക്കെ എന്ത് റൈറ്റ് ഇപ്പോഴുണ്ട്? They should get free legal aid.
MH Hascote വേഴ്സസ് മഹാരാഷ്ട്ര. MH Hascote വേഴ്സസ് മഹാരാഷ്ട്ര. എഡ്യൂക്കേഷൻ്റെ എഴുതുമല്ലോ അല്ലേ? ഉണ്ണികൃഷ്ണൻ വേഴ്സസ് എപിയും മോഹിനി ജെയിന്റെ കേസുമാണ് എഡ്യൂക്കേഷനെ നമ്മുടെ എന്താണ് പാർട്ട് 4 നിന്ന് നമ്മുടെ സുപ്രീം കോടതി ഇളക്കിയെടുത്ത് പാർട്ട് 3 കയറ്റി മൗലിക അവകാശം ആക്കി തന്നത്. ഓർമ്മയില്ലേ? ക്യാപിറ്റേഷൻ ഫീ കേസ് ഓർമ്മയില്ലേ? ക്യാപിറ്റേഷൻ ഫീ വാങ്ങിച്ചാൽ അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ലംഘനം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അപ്പൊ ഇന്റർനാഷണൽ, അപ്പൊ രണ്ടും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞു. അപ്പൊ ഇന്റർനാഷണൽ ലെവലിലുള്ള ഹ്യൂമൻ റൈറ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആദ്യം വന്നൊരു ഇന്റർനാഷണൽ ഡോക്യുമെന്റ് ആണ് എന്താണ്? UDHR. ഇനി UDHR പറ്റി എസ് എഴുതാൻ പാടില്ലല്ലോ, ഉണ്ടോ? അടുത്തതിലോട്ട് പോട്ടെ. അപ്പൊ UDHRന്റെ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? UDHR എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 പാർട്ട് 4 കൂടെ ഒന്ന് ഓർത്തിട്ട് അതെല്ലാം ഒരുമിച്ച് അങ്ങ് എഴുതുമ്പോൾ എന്തായി മാറും? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948. ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഇന്ത്യൻ ആപ്ലിക്കേഷൻ ഞാൻ വേറൊരു ആംഗിളിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഈ UDHRനെ നമ്മുടെ ഇന്ത്യയിൽ ആസച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതിൽ പറഞ്ഞ എല്ലാ ഹ്യൂമൻ റൈറ്റ്സും നമ്മുടെ ഭരണഘടനാ കർത്താക്കൾ രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ കോടതി രണ്ടും തമ്മിൽ വ്യത്യാസമില്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല പല പ്രമാദ കേസസിൽ കൂടെ പല പല ഹ്യൂമൻ റൈറ്റ്സും പാർട്ട് 4 നിന്ന് ഏതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് തന്നു? പാർട്ട് 3. യെസ്, അതിന്റെ ഉദാഹരണമാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ പാർട്ട് 4 നിന്ന് ഇളക്കി പാർലമെന്റിന് പാർട്ട് 3 ആർട്ടിക്കിൾ 21A കണക്ട് ചെയ്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആക്കേണ്ടി വന്നു. റൈറ്റ് ടു ഫ്രീ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് ഓഫ് 1987 കൊണ്ടുവന്നു. അടുത്ത ഒന്നും കൂടെ പറഞ്ഞുതരാം, സിലബസിൽ കണ്ടുകൊണ്ട് പറഞ്ഞുതരാം. നമ്മുടെ വൺ ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതിനു വേണ്ടിയാണ് നമ്മൾ 93 ഒരു ആക്ട് തന്നെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. കണ്ടില്ലേ? അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലായില്ലേ? മൗലിക അവകാശമായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് എവിടെ പോകാൻ പറ്റൂ? എൻഫോഴ്സ്മെന്റ് എവിടെ പോകാൻ പറ്റൂ? റിട്ട് ഫയൽ ചെയ്ത് നമുക്ക് സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും ഒക്കെ പോയി പഠിച്ചില്ലേ? റിട്ട് ജുറിസ്ഡിക്ഷനിൽ മൗലിക അവകാശങ്ങളല്ലേ പറ്റുള്ളൂ. പിന്നെ എന്തിനിവിടെ ഒരു പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ഭരണഘടനയെ തരുന്ന മൗലികാവകാശം സർക്കാർ ലംഘിച്ചാൽ നമുക്ക് എവിടെ പോകാം? ഭരണഘടനയെ തന്നിരിക്കുന്നത് അതെ. പക്ഷേ നിങ്ങൾ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിന്റെ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ഡെഫിനേഷൻ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിന്റെ ഡെഫിനേഷൻ മനപ്പുറം പറയാം. അതിൽ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുള്ളത് മാത്രമല്ല, ഇന്റർനാഷണൽ കവനൻസിൽ റെക്കഗ്നൈസ് ചെയ്ത റൈറ്റ്സും ഏത് വാക്കിൽ വരും? ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സിൽ. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് വന്നാലാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിലുള്ള നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഒക്കെ അധികാര പരിധി വരുന്നത്. ഞാൻ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. ഇപ്പൊ തൽക്കാലം ഞാനിപ്പോ വീണ്ടും തൽക്കാലം നിൽക്കട്ടെ. അപ്പോൾ പാർട്ട് 3 പാർട്ട് 4 നല്ലോണം ഈ പേപ്പറിന് വേണ്ടി പഠിച്ചു എഴുതാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. നെക്സ്റ്റ്, ഇനി നമ്മൾ UDHR പറഞ്ഞപ്പോഴത്തെ UDHR തന്നെ ഒരു വേർതിരിവില്ലാതെ എന്താണ് കൊടുക്കാൻ, സാമ്പത്തിക പ്രശ്നം ഇല്ലാതെ തന്നെ കൊടുക്കാൻ പറ്റുന്നത് എല്ലാം കൂടെ ഒരേപോലല്ലേ കൊടുത്തിരുന്നത്? അങ്ങനല്ലേ? എല്ലാം കൊടുത്തില്ലേ? പക്ഷെ ഇതിലൊരു മാറ്റം വരുത്തിയത് 1966 66 UN എന്ത് ചെയ്തു? ഞാൻ 2 കൺവെൻഷൻസ് അങ്ങ് കൊണ്ടുവന്നു. ഒരു കൺവെൻഷന്റെ പേര് കൺവെൻഷൻ ഏതാ? ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. വേറൊന്നിന്റെ പേരെന്താ? ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. ഓക്കെ. അപ്പൊ നേരത്തെ പാർട്ട് 3 പാർട്ട് 4 നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞു തന്നില്ലേ? അതേപോലെ ഇന്റർനാഷണൽ ലെവലിലും ഹ്യൂമൻ റൈറ്റ്സിനൊരു 2ആയിട്ട് ക്ലാസിഫിക്കേഷൻ പോലെ വന്നു എന്ന് മനസ്സിലായല്ലോ. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സിവിൽ ആൻഡ് ആദ്യത്തെ കൺവെൻഷൻ അല്ലെങ്കിൽ കവനന്റ് എന്താണ്? ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് പാർട്ടിലുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? ഏത് പാർട്ടിലായിരിക്കും പറഞ്ഞു? ഏത് പാർട്ടിലുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി? പാർട്ട് 3. അതാണ് ലോജിക്. ഇപ്പൊ നിങ്ങൾക്ക് ലോജിക് കിട്ടിയല്ലോ, കണ്ടില്ലേ? ഇപ്പൊ എളുപ്പമല്ലേ എനിക്ക് പറയാൻ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കിടക്കുന്നതെല്ലാം ഏതിലോട്ട് പോവും? അടുത്ത കവനന്റ് ഇന്റർനാഷണൽ കവനന്റ് ഓൺ economic, social and cultural. Social and cultural
റൈറ്റ്സ്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പാർട്ട് 3 പാർട്ട് 4 നല്ലോണം എല്ലാം ഓരോ ലൈൻ ബൈ ലൈൻ പഠിക്കാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? പാർട്ട് 3 പാർട്ട് 4 നല്ലോണം പഠിച്ച് അതെല്ലാം കൂടെ റൈറ്റ് എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ഏത് ഡോക്യുമെന്റ് ആവും? ഏത് ഡോക്യുമെന്റ് ആവും? UDHR 1948 നമുക്ക് തയ്യാറായി. 30 വകുപ്പുകളെന്ന് ഓർത്താൽ മതി. ഇനി ഇതേ കാര്യത്തിനെ തിരിച്ച് വീണ്ടും പീസാക്കി കൊടുക്കാൻ പറ്റുന്നതെല്ലാം എന്താക്കി മാറ്റണം? 1966 വന്ന ഏത് കവനന്റ് എഴുതിയാൽ മതി? ഏത് കവനന്റില്? സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്. യെസ്. ബാക്കിയുള്ളതിനെ ഏതായിട്ട് കണക്കാക്കണം നിങ്ങൾ? ബാക്കിയുള്ള അതിൽ പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് എവിടെ ഇടുക? എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ. എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കവനന്റ്. ഓക്കെ. അപ്പൊ ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ 3 വലിയ ഡോക്യുമെന്റ് ഞാൻ പറഞ്ഞു തന്നില്ല. ഏതൊക്കെയാ? ഏതൊക്കെ ഡോക്യുമെന്റ് പറഞ്ഞു തന്നു? 3 എണ്ണം പറഞ്ഞു തന്നില്ലേ? UDHR പറഞ്ഞു. അവ 48 വന്ന UDHR, പിന്നെ 1966 വന്ന് 2 എഴുതണം. ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. മൂന്നാമത്തത് ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. പിന്നെ ഇതിന്റെ കൂടെ ഒരു അഡീഷണൽ ഒരു കൺവെൻഷൻ വന്നു, ഒരു പ്രോട്ടോകോളും കൂടെ ചേർത്തു. അതിനുശേഷം ഒരുപാട് പ്രോട്ടോകോൾസ് ചേർക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ, പ്രോട്ടോകോൾ ഓൺ ദ അബോളിഷൻ ഓഫ് ഡെത്ത് സെന്റൻസ്. കണ്ടില്ലേ? ഹ്യൂമൻ റൈറ്റ്സിന്റെ ഏറ്റവും അറ്റത്തെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് അബോളിഷ് ചെയ്യാൻ പറഞ്ഞിരിക്കുക? UN പ്രോട്ടോകോൾ കൊണ്ടുവന്നിട്ട് UN പ്രോട്ടോകോൾ ഓൺ ദി അബോളിഷൻ ഓഫ് ഡെത്ത് സെന്റൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഇന്റർനാഷണൽ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേ, UDHRും ഇന്റർനാഷണൽ കവനൻസും കൂടെ ചേരുന്നതിന്റെ ഒറ്റ പേരാണ് ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ്. എന്താണ് ഇത്? പരീക്ഷയ്ക്ക് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ആൻഡ് എസ്സേ ഓൺ ദി ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ്. അപ്പൊ അതിൽ ഏതൊക്കെ വരും എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സിൽ ഏതൊക്കെ വരും? UDHR, സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചർ, പിന്നെ പ്രോട്ടോകോൾ. ക്ലിയർ അല്ലേ? ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ് ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇതാണ്. അപ്പൊ ഇതിന് ഞാൻ 3 വലിയ ഒരുപാട് വകുപ്പുകളുള്ള കാര്യമാണ് പറഞ്ഞെങ്കിലും 3ന്റെ സത്ത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അന്താരാഷ്ട്ര കാര്യമാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? UDHR 48 കൊണ്ടുവന്ന UDHRനെ പറ്റി, പിന്നെ 1966 വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 2 കവനൻസ് കൊണ്ടുവന്നതിനെ പറ്റിയും കൂടെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സർ, ഈ 4 കാര്യങ്ങളും ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സിൽ ഇൻക്ലൂഡ് ആവുന്നതാണോ? ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ് ഇതിനെ മൊത്തം ചേർത്ത് പറയുന്ന ഒരു പേരാണ് എന്താണ്? ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന ഏതൊക്കെ പറഞ്ഞു തന്നു? ഇതിന്റെ ഒറ്റ പേരാണ് എന്താണ്? ഇന്റർനാഷണൽ ബിൽ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഏതൊക്കെയാ? ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? UDHR 1948. ഓക്കെ. അപ്പൊ അതിലെന്താണ് കാണുന്നതെന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 3ലും പാർട്ടിലും ഉള്ളതും എല്ലാം കൂടെ എഴുതുമ്പോ ഏതായി? വീണ്ടും പറഞ്ഞു. ഏതായി? UDHR ആയി. യെസ്. ഇനി നമ്മള് ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് 1966 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏത് പാർട്ടിലുള്ള കാര്യങ്ങളാണ്? പാർട്ട് 3. യെസ്. റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു മൂവ്മെന്റ്, റൈറ്റ് ടു അസോസിയേഷൻ, ഫ്രീഡം ഓഫ്, ഇതെല്ലാം. ഇനി എക്കണോമിക് കപ്പാസിറ്റി നോക്കി കൊടുക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതിനെ നമ്മൾ എന്ത് ചെയ്യും? അത് പാർട്ട്, അത് കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 4. അതിനുള്ള ഇന്റർനാഷണൽ കവനന്റ് ഏതാ? ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. അപ്പൊ ഇതെല്ലാം ഇന്ത്യ നമ്മൾ പാലിക്കണമെന്ന് പറഞ്ഞാൽ പോലും ഇതിന്റെ പാലിക്കപ്പെടുമ്പോഴുള്ള 2 വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ കവനന്റിലുള്ളതെല്ലാം ഇന്ത്യ കേൾക്കണോ വേണ്ടേ? ഇന്ത്യ എല്ലാ മറ്റു രാജ്യങ്ങളും കേൾക്കണോ വേണ്ടേ? കേൾക്കണം. ബിക്കോസ് എന്താണ്? അതിനകത്ത് വേറെ എക്കണോമിക് ഒരു കപ്പാസിറ്റി നോക്കണ്ട. പക്ഷെ മറ്റേതിനകത്ത് എന്തെടുത്ത് പറയുന്നുണ്ട്? എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിൽ പറയുന്നുണ്ട് ഇതെല്ലാം സ്റ്റേറ്റ് പാർട്ടീസിന്റെ എന്തും കൂടെ നോക്കി ചെയ്താൽ മതി. ഫിനാൻഷ്യൽ. ഓക്കെ. എന്തായാലും ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സും ഇതിന്റെ കണക്ഷൻ മനസ്സിലായല്ലോ. അടുത്തതിലോട്ട് പോട്ടെ. ഒറ്റ പ്രോട്ടോകോളേ ഉണ്ടായിരുന്നല്ലോ സർ? അല്ല, വീണ്ടും അഡീഷണൽ പ്രോട്ടോകോൾസ് വീണ്ടും അവർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് അതെ ഈ പ്രോട്ടോകോൾ കൂടെ ചേരുന്ന 4 എണ്ണം ചേരുന്നതിന്റെയാണ് എന്ത് പേര്? ഇന്റർനാഷണൽ ബിൽ. ഓക്കെ. ഒരു പ്രോട്ടോകോളിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. എന്തും കൂടെ കൊണ്ടുവന്നു. ലാസ്റ്റിൽ വന്ന ഒരു പ്രോട്ടോകോളാണ് എന്താണ്? ഡെത്ത് സെന്റൻസ്. അല്ലാതെ തന്നെ ഒരു പ്രോട്ടോകോൾ ഏതിനുണ്ട്? ഇന്റർനാഷണൽ കവനൻസ് ഓഫ് 1966ന്റെ കൂടെ ഒരു പ്രോട്ടോകോൾ കൊണ്ടുവന്ന് 4 എണ്ണം കൂടെ ചേരുമ്പോഴാണ് ഏത് വരുന്നത്?
തന്നെയാ ഡൗട്ട് ചോദിച്ചില്ലേ? ഇന്റർനാഷണൽ ബിൽ ഇന്റർനാഷണൽ ബിൽ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ 4 എഴുതേണ്ടത് UDHR 1948, ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് 1966, ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് 1966, ആൻഡ് ഓപ്ഷണൽ പ്രോട്ടോകോൾ ടു ദ ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് 1966. ഇതും കൂടെ ചേർന്നതാണ് എന്താണ് 4 ചേരുന്നതാണ് ഏതിൽ ഒറ്റ വാക്കി വരുന്നത്? ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ്. ഇനി ഇതിന് പുറമെയാണ് ഞാൻ പറഞ്ഞത് അഡീഷണൽ പ്രോട്ടോകോൾ പിന്നെ വേറൊന്നും കൊണ്ടുവന്നു റീസെന്റ് അല്ല, കുറച്ച് നാളിന് ശേഷം. അതേതാ? അബോളിഷൻ അതപ്പോ അങ്ങനെ പറയൂ. പ്രോട്ടോകോൾ ഓൺ അബോളിഷൻ ഓഫ് ഡെത്ത് സെന്റൻസ്. അതാണ് പറയുന്നത്. അതിപ്പോ ഇതിന്റെ കൂടെയുള്ള സെക്കൻഡ് പ്രോട്ടോകോൾ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ പ്രോട്ടോകോൾ ഇപ്പൊ പറഞ്ഞത് 1966 തന്നെ കൊണ്ടുവന്നില്ലേ? ഇതിന്റെ സെക്കൻഡ് പ്രോട്ടോകോൾ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 1989 കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ പേരാണ് എന്താണ്? അബോളിഷൻ ഓഫ് ഡെത്ത് സെന്റൻസ്. സെക്കൻഡ്, അതിന്റെ ഫുൾ പേര് ഇങ്ങനെയാണ്: സെക്കൻഡ് ഓപ്ഷണൽ പ്രോട്ടോകോൾ ഓഫ് ദി ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഫോർ ദി അബോളിഷൻ ഓഫ് ഡെത്ത് പെനാലിറ്റി. ഓക്കെ, തീർക്കട്ടെ പറഞ്ഞു. ഓക്കെ സർ. ഇതുവരെ ക്ലിയർ? ഇനി കൂടുതൽ ഇതിനകത്ത് പത്തി വയ്ക്കുന്നില്ല. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ ഒരു ആംഗിളിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെഴുതുക. ഇനി നിങ്ങളുടെ യൂണിറ്റിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും വീണ്ടും ഒരു ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി ഒരു ആക്ട് ഇന്ത്യ സിലബസിനകത്തുണ്ട്. എന്ത് കൊണ്ടുവന്നു? അപ്പൊ ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ കൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ത്യ UN-ന്റെ എന്താണ് മെമ്പറാണ്. ഈ പ്രോട്ടോകോളും ഈ പറഞ്ഞ ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സ് എല്ലാം നമ്മുടെ ഇന്ത്യ അതേപടി പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇതെല്ലാം 99% എന്തായി കഴിഞ്ഞു? ഈ പറഞ്ഞ എല്ലാ കൺവെൻഷനിൽ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് ഇന്ത്യയിൽ എന്തായി മാറിക്കഴിഞ്ഞു? നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണം. എന്തായി മാറിക്കഴിഞ്ഞു? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയി. അപ്പൊ അത് നമ്മുടെ പാർലമെന്റ് ടേക്കപ്പ് ചെയ്യണമെന്നാണല്ലോ നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഒന്നും ആസ് സച്ച് ഇന്ത്യയിൽ ലോ ആവില്ല. ആര് ടേക്കപ്പ് ചെയ്യണം? അതിനിവിടെ പാർലമെന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? ലോ ഉണ്ടാക്കണം. യെസ്, ആർട്ടിക്കിൾ 253 നമ്മൾ എഴുതിക്കോ പരീക്ഷയ്ക്ക്. ആർട്ടിക്കിൾ 253 പ്രകാരം ഇന്ത്യയിലെ ഭരണഘടനയെ തന്നെ പറയുന്നുണ്ട്, ഇന്റർനാഷണൽ ട്രീറ്റീസ് ഒക്കെ ഇന്ത്യയിൽ ലോ ആക്കി മാറ്റേണ്ട കുത്തക പാർലമെന്റിനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കേരള സർക്കാരിനൊന്നുമില്ല. ഇപ്പൊ 253 പ്രകാരമാണ് ഇന്റർനാഷണൽ കൺവെൻഷൻസും ട്രീറ്റീസും ഇന്ത്യ എന്താക്കി മാറ്റേണ്ടത്? നിയമമാക്കി മാറ്റേണ്ടത്. ഓക്കെ, ഇനി അവിടെ നിങ്ങൾക്ക് അടുത്തത് കൊണ്ട് ഒരു എസ്സേ പറഞ്ഞുതരാം. എന്നാൽ UN തന്നെ 1979 കൊണ്ടുവന്ന ഒരു വേറൊരു സാധനം നിങ്ങൾ പഠിച്ചതാണ്, സിഡാവ്. അത് സിലബസിലുള്ളതാ. സിഡാവ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ്സിൽ. കൺവെൻഷൻ ഓൺ ദ UN തന്നെ ഒരുപാട് മേഖലയിൽ കൊണ്ടുവന്നില്ലേ? കൺവെൻഷൻ ഓൺ ദ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വിമൻ കൊണ്ടുവന്നു. ഏത് വർഷം? 1979. അതുകൊണ്ട് സിലബസിലുള്ളതാണ്. ഇനി നമ്മൾ അതിനകത്ത് പ്രത്യേകം നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ ഫോർ വിമൻ, ചിൽഡ്രൻ, ട്രൈബൽ, 3 എസ്സേയും കൂടെ പറഞ്ഞ് ഞാൻ തീർക്കുക ടോപ്പിക്. അപ്പൊ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുക. കൺവെൻഷൻ, UN കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വിമൻ ആണ് സിഡാവ്, CEDAW. ഇത് ഒപ്പുവെച്ചിട്ടും വർഷങ്ങളായിട്ടും സ്ത്രീകളുടെ തൊഴിൽ സ്ഥലത്തുള്ള സെക്ഷൽ ഹറാസ്മെന്റിന് ഇന്ത്യ ലോ കൊണ്ടുവന്നില്ല. ഓക്കെ, യഥാർത്ഥത്തിൽ ഈ കൺവെൻഷൻ വന്നതിന് ശേഷം ഇന്ത്യൻ പാർലമെന്റ് ഇവിടെ എന്ത് കൊണ്ടുവരണമായിരുന്നു? അപ്പോ 253 പ്രകാരവും ആർട്ടിക്കിൾ 51 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരവും നമ്മുടെ സർക്കാർ ലോ ഉണ്ടാക്കാനുള്ള സ്റ്റെപ്സ് എടുത്തില്ല. അപ്പൊ രണ്ടും കൂടെ പറയാം. ആർട്ടിക്കിൾ 51 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 51 റെഡ് വിത്ത് ആർട്ടിക്കിൾ 253 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് പാർലമെന്റ് ഈ മേഖല ഇഗ്നോർ ചെയ്തത് കൊണ്ടാണ് 1997 വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കേസിനകത്ത് ഈ കൺവെൻഷനെ ഇന്ത്യൻ ലോ ആക്കി ആര് മാറ്റി? സുപ്രീം കോടതി. യെസ്. അപ്പൊ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ പോയിന്റ് പറഞ്ഞുതരാം. ഈ വിദേശത്ത് നമ്മൾ പോയിരുന്ന് ഒപ്പിട്ട് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയുള്ള ഉടമ്പടികൾ നമ്മൾ ഇന്ത്യ പോയി ഒപ്പിടുന്നത്, ഇന്ത്യക്കകത്ത് ഭരണഘടന വെച്ച് ലീഗലി നമ്മൾ നോക്കിയാൽ അത് ഇവിടെ ലോ ആക്കേണ്ട ആരാണെന്ന് പറഞ്ഞു. ആരാണ് നിങ്ങൾ എഴുതണം? ആരാണ് ആക്കേണ്ടത്? പാർലമെന്റ്. യെസ്, ആർട്ടിക്കിൾ 51 റെഡ് വിത്ത് 253. പക്ഷേ ഇവിടെ പാർലമെന്റ്
വളരെ എന്താണ് ലൂക്കുവാം അല്ലെങ്കിൽ നനഞ്ഞ പ്രതികരണത്തോടു കൂടി ഇവിടെ പിന്തിരിഞ്ഞ് നിന്നത് കൊണ്ടാണ് ഇന്റർനാഷണൽ ലോയെ ഹ്യൂമൻ റൈറ്റ്സിനകത്തുള്ള ആംഗിളില് ഇവിടെ ആര് ലോ ആക്കി മാറ്റിയത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എവിടെയെങ്കിലും എഴുതാൻ വേണ്ടി പറഞ്ഞു തരാം. ഇന്റർനാഷണൽ തലത്തിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ഹ്യൂമൻ റൈറ്റ്സ് എല്ലാം ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ജോലി ഭരണകർത്താക്കൾ ആരെ അല്ല ഏൽപ്പിച്ചിരിക്കുന്നത്. ആരെയല്ല? പാർലമെന്റിനെ കോടതികളെ അല്ല. ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? യെസ്. പക്ഷേ ഇവിടെ പല നമ്മുടെ ഇന്റർനാഷണൽ ലെവലിൽ റൈസ് ഉണ്ടാക്കപ്പെടുന്ന പല ഹ്യൂമൻ റൈറ്റ്സും ഇവിടെ നമ്മുടെ സർക്കാർ കൊടുക്കാൻ വിസമ്മതിക്കുന്ന, പാർലമെന്റ് ഇടപെടാൻ പറ്റാത്ത പശ്ചാത്തലത്തിലാണ് 1997 ബേസിക് ഹ്യൂമൻ റൈറ്റ് അല്ലേ, ഒരു സ്ത്രീയുടെ ബേസിക് റൈറ്റ് അല്ലേ, റൈറ്റ് നോട്ട് ടു ബി സെക്ഷലി ഹറാസ്ഡ് ഓർ എക്സ്പ്ലോയിറ്റ്. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് ചെയ്യാതിരുന്ന ഒരു കാര്യത്തിനെ ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയെ ഇന്ത്യൻ സുപ്രീം കോർട്ട് ഏത് വഴി കൊണ്ടുവന്നു? ഏത് കേസ് വഴി? യെസ്, 97 ഇന്ത്യയിലെ ലോ ആയിട്ട് മാറ്റപ്പെട്ടു. എന്നിട്ട് വീണ്ടും അതൊരു ആക്ട് ആവാൻ വീണ്ടും 15 വർഷം എടുത്തു എന്നും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിമർശിക്കാവുന്നതാണ് കേട്ടോ. അല്ലെ, 2013 പിന്നെ ഏതുവരെ വന്നോളൂ? നിയമമായുള്ളൂ. സെക്ഷൽ ഹറാസ്മെന്റ് വർക്ക് പ്ലേസ് ഒരു ആക്ടായി മാറിയത് പിന്നെയും 15 വർഷം എടുത്തു എന്ന് കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതാ. ഓക്കെ, അപ്പൊ സ്ത്രീകളുടെ എസ് വീണ്ടും പറയാം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു എസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സിന്റെ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്റർനാഷണൽ ലെവലിലാണ്. ഓക്കെ, അതിനെ നമ്മുടെ ഇന്ത്യയിലോട്ടും അത് ഇൻകോപ്പറേറ്റ് ചെയ്യാനുള്ള റോള് ഇപ്പൊ കൂടുതൽ വഹിക്കുന്ന ആരാണെന്നും കൂടെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിക്കണം. ആരാ ചെയ്യുന്നത്? എസ് എ ചോദിക്കുന്നെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇന്ത്യൻ ജുഡീഷ്യറി ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്ന ആംഗിൾ വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ ജുഡീഷ്യറി ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള അതിലുള്ള കോൺട്രിബ്യൂഷൻ ചോദിച്ചാൽ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ആർട്ടിക്കിൾ 21 ഓരോന്ന് പിൻ പോയിന്റ് ചെയ്ത് പറയാം. ആർട്ടിക്കിൾ 21 മൗലികാവകാശത്തിനകത്ത് പാർട്ട് 4 കിടന്ന ഡയറക്റ്റീവ്സിനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇന്ത്യൻ സുപ്രീം കോടതി എന്താക്കി തന്നു? ഫണ്ടമെന്റൽ റൈറ്റ്. ഇതാണ് ആദ്യത്തെ ഒരു കോൺട്രിബ്യൂഷൻ. തീർന്നില്ല. ആർട്ടിക്കിൾ 12 പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റിന്റെ നിർവചനത്തിനകത്ത് സ്റ്റേറ്റിന്റെ കൺട്രോളുള്ള എല്ലാ ബോഡീസിനെയും കയറ്റി തന്നു സുപ്രീം കോർട്ട്. അപ്പൊ ആ മേഖലയിലൊക്കെ നമുക്ക് കേസ് കൊടുക്കപ്പെടാം. കണ്ടില്ലേ? അപ്പൊ 12 വലുതാക്കി തന്നു. അപ്പൊ ഒരു കാരണവശാലും സർക്കാരിന്റെ ഒരു വിങ്ങിന്ന് പോലും നമ്മുടെ മൗലികാവകാശ ലംഘനങ്ങൾ ആവാൻ പാടില്ല എന്ന് കോടതിയാണ് പറഞ്ഞത്. മൂന്നാമതൊരു വലിയ ഡെവലപ്മെന്റാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അന്താരാഷ്ട്ര ഉടമ്പടികളിലും ഒക്കെ ഉണ്ടാക്കപ്പെടുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഇന്ത്യയിൽ കൊണ്ടുവരേണ്ട ജോലി ആര് വിസ്മരിച്ചു? എസ് ഐക്ക് വേണ്ടി പറഞ്ഞു. ആര് വിസ്മരിച്ചു? പാർലമെന്റ്. യെസ്. അപ്പൊ അവിടെ ആരിടപെട്ടു? ഇന്ത്യൻ സുപ്രീം കോർട്ട്. ഏറ്റവും നല്ല ലൈവ് എക്സാമ്പിൾ ആണ് UN-ന്റെ സിഡാവ്, കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വിമണിനെ ഇന്ത്യൻ കോടതിയാണ് ഇന്ത്യക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് തന്നത്. ഇനി ഒന്നും കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞ് നിർത്തുക. പഴയ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജസിന്റെ മുന്നിൽ ഒരു മൗലികാവകാശ ലംഘനം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ബാധിക്കപ്പെട്ടവൻ ഡയറക്റ്റ് പോയാലേ കേസ് എടുക്കുള്ളായിരുന്നു. പക്ഷേ ജസ്റ്റിസ് PN ഭഗവതിയും ജസ്റ്റിസ് VR കൃഷ്ണയും ഒക്കെ ആ ബെഞ്ചിൽ സുപ്രീം കോർട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് കോടതി എന്ത് തന്നു ഇന്ത്യക്ക്? ഇന്ത്യൻ ജനങ്ങൾക്ക് എന്ത് അനുവദിച്ച് നൽകി? പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അതും കൂടെ നിങ്ങൾ ആ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പറയാം. അപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഏത് മേഖലയിലെ ഏത് ഹ്യൂമൻ റൈറ്റ് ലംഘനത്തിന് വേണമെങ്കിലും നമുക്ക് ഈവൻ ഒരു ലെറ്റർ എഴുതി വേണമെങ്കിലും ആരെ അറിയിക്കാം? യെസ്. അപ്പൊ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനും ഇവിടെ ഹ്യൂമൻ റൈറ്റ് അല്ലെങ്കിൽ ആ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഒരു ലംഘനത്തിന്റെ ഒരു ടൂളായി മാറിയില്ലേ? തടയാനുള്ള ടൂളായിട്ട് ഇത്ര എഴുതുമ്പോഴേ നിങ്ങൾക്ക് ഏത് പൂർണ്ണമാവും. ഇപ്പൊ ജുഡീഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ആംഗിൾ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് പാർട്ട് 4 കിടന്ന പലതിനെ എടുത്ത് ആർട്ടിക്കിൾ 21 ഇൻസേർട്ട് ചെയ്ത് എല്ലാം മൗലികാവകാശമാക്കി തന്നു. ഇതാണ് ജുഡീഷ്യറിയുടെ കോൺട്രിബ്യൂഷൻ നമ്പർ 1. അവിടെ നിങ്ങൾക്ക് എത്രയോ കേസിലോ എഴുതാം അല്ലേ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ, മോഹിനി ജെയിൻ, ഉണ്ണികൃഷ്ണൻ വേഴ്സസ് AP. ഇനി ഫ്രീ ലീഗൽ എയ്ഡ്, MH ഹസ്കോട്ട് കേസ്, പിന്നെ റൈറ്റ് ടു ഫുഡ്, റൈറ്റ് ടു ഷെൽട്ടർ, എത്രയോ തന്നിരിക്കുന്നത് എല്ലാം. എത്രയോ 21 മൊത്തം നിങ്ങൾക്ക് ഈ പേപ്പറിൽ എഴുതാമെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ എന്താണ്? അന്താരാഷ്ട്ര ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് ലോ ആക്കാൻ വിസമ്മതിച്ച് കിടക്കുന്ന വേളയിൽ ആരിടപെടുന്നുണ്ട്?
ഇന്ത്യൻ സുപ്രീം കോർട്ട്. അതിലെ ഏറ്റവും നല്ല ലൈവ് എക്സാമ്പിൾ ആണ്, ഒന്ന് കോട്ട് ചെയ്താൽ മതി, കൂടുതൽ വേണ്ട. സിഡാവ് കൺവേർട്ടഡ് ഇൻടു വിശാഖ ഗൈഡ് ലൈൻസ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ കോൺട്രിബ്യൂഷൻ എന്താ പറഞ്ഞത്? ആർട്ടിക്കിൾ 12 പ്രതിസ്ഥാനത്ത് നമ്മൾ പണ്ട് വളരെ കുറച്ച് ബോഡീസ് മാത്രമേ മൗലികാവകാശ ലംഘനത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്താൻ പറ്റുള്ളായിരുന്നു. ഈവൻ യൂണിവേഴ്സിറ്റിക്കെതിരെ പോലും നമുക്ക് പണ്ട് റിട്ട് കൊടുക്കാൻ പറ്റാതിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് സർക്കാരിന് ഡീപ്പ് ആൻഡ് പെർവേഴ്സീവ് കൺട്രോളുള്ള എല്ലാ ബോഡീസിനെതിരെ നമുക്ക് എന്ത് ഫയൽ ചെയ്യാം, അല്ലെ എവിടെ കയറ്റാം? ഇവരൊക്കെ നമുക്ക് കോടതികളിൽ കയറ്റിക്കൂടെ? അതെ അല്ലെ, കോടതികളോ കോടതികളല്ലാത്ത ഒരുപാട് ബോഡീസ് ഇവിടെ ഉണ്ട്. വനിതാ കമ്മീഷൻ, അല്ലെ, SC/ST കമ്മീഷൻ, അല്ലെ ഇതാ ഇപ്പൊ പറഞ്ഞ ഏത് കമ്മീഷൻ? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അപ്പൊ ഇതെല്ലാം ഒന്നുകൂടെ പറഞ്ഞു. ഇനി കോടതിയുടെ ഒരു ട്രെൻഡും കൂടെ പറഞ്ഞ എന്താണ്? ഭരണഘടനയെ പറയാത്ത പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നമുക്ക് അനുവദിച്ചു നൽകി. അപ്പൊ എവിടെയെങ്കിലും ഇത്രയല്ലേ, ഒരു വ്യക്തിക്കോ ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരു നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവർക്ക് ഡയറക്ട്ലി പോവാൻ അവർക്ക് നിയമത്തിന്റെ അജ്ഞത കൊണ്ടോ, കോടതി അങ്ങനല്ലേ പറഞ്ഞത്? എനി മെമ്പർ ഓഫ് ദ പബ്ലിക് ക്യാൻ അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ഫോർ ദ റിഡ്രസൽ ഓഫ് ദ ഗ്രീവൻസസ് ഓഫ് any person or group of persons who cannot approach the courts due to their ignorance of law, poverty or any other backwardness. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ടോ നിയമത്തിന്റെ അറിവില്ലായ്മ കൊണ്ടോ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പറ്റാത്ത വ്യക്തികൾക്കോ ഗ്രൂപ്പ് ഓഫ് വ്യക്തിക്ക് വേണ്ടിയോ അവരുടെ കണ്ണീരൊപ്പാൻ കണ്ടു നിൽക്കുന്ന ആർക്ക് വേണോ ഇന്ത്യയിൽ എവിടെ പോവാം? പരമോന്നത കോടതിയിൽ റിട്ട് ഈവൻ ത്രൂ ലെറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനത് ഓൾറെഡി ഒരു വാക്കിൽ എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ എന്നാ പറയുന്ന. ലെറ്റർ എഴുതി ലെറ്റർ വഴിയുള്ള കേസ് എടുപ്പിക്കുന്നതിന്റെ പേരാണ് എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ. കേട്ടോ? ധന്യ കേൾക്കുന്നുണ്ടോ? ധന്യ വിളിക്കുന്ന ധന്യയുടെ പേര് കാണുന്നോണ്ടാണ്. ഓക്കെ, എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ, ലെറ്റർ വഴിയുള്ള റിട്ട് മൂവിങ്ങിന്റെ പേരാണ് എപ്പിസ്റ്റോളറി ജൂറിസ്ഡിക്ഷൻ. അപ്പൊ അത്രയ്ക്കൊരു മനുഷ്യാവകാശം സംരക്ഷിക്കുന്ന ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഇപ്പൊ ഇന്ത്യക്കകത്തുണ്ടെന്നും മനസ്സിലായല്ലോ, അല്ലേ? ഇനി നമുക്ക് ഇതിനകത്ത് അടുത്ത ഒരു എസ്സേ പറയാം. അപ്പൊ ഇത്രയും നമ്മൾ ഭരണഘടന വെച്ചിട്ട് തന്നെ ഭരണഘടനാ കോടതികളില്ലേ, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, ഇത് തികയാത്ത കൊണ്ടും അല്ലെങ്കിൽ ഇവർക്ക് വർക്ക് ലോഡ് കൂടുതൽ ഉള്ളത് കൊണ്ടും ഡിറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ആയിട്ട് എന്ത് പറഞ്ഞിരിക്കുക? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളൊരു വാക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ 1993 നമ്മുടെ പാർലമെന്റ് വേറൊരു ആക്ടും കൂടെ പാസ്സാക്കി. അതാണ് അടുത്ത എസ്സേ ചോദിച്ചിട്ടുണ്ട്. ആക്ടിന്റെ പേരെന്താ? എന്താ ആക്ട്? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. ഈ ആക്ടിന്റെ കീഴിലാണ് നിങ്ങൾ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ. ഈ ആക്ട് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്: ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4 കിടന്ന ഒരു ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി 1993 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. ഇനി ഈ ആക്ടിലാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടാക്കപ്പെട്ടതും എല്ലാ സ്റ്റേറ്റിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ് ഉണ്ടാക്കപ്പെടുന്നതും. തീർന്നില്ല. ഹ്യൂമൻ റൈറ്റ് ഈ ആക്ട് തന്നെ പറയുന്നുണ്ട് ഹ്യൂമൻ റൈറ്റ് കോടതികൾ വേണമെന്നും ആ കേസ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം വേണമെന്നും സ്പെഷ്യൽ PP-മാർ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്സാമിൻ ദ പ്രൊവിഷൻസ് ഓഫ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് വെച്ചാൽ നിങ്ങൾ ആദ്യത്തെ എഴുതേണ്ട എന്തൊക്കെ പോയിന്റ് എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഈ ആക്ടിന്റെ കീഴിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ബോഡീസ് ഏതൊക്കെയാ? 1 നാച്ചുറൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, യെസ്, NHRC. പിന്നെ എല്ലാ സ്റ്റേറ്റിലും എന്ത് വേണം? സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. പിന്നെന്ത് വേണം? ഹ്യൂമൻ റൈറ്റ് കോർട്ട്. ഹ്യൂമൻ റൈറ്റ് കോർട്സ് എന്ന് പറഞ്ഞപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻ എഴുതേണ്ട മനസ്സിലായില്ലേ? ഇന്ത്യയിൽ ഹ്യൂമൻ റൈറ്റ്സ് കോർട്സ് വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ഏത് ആക്ട് എന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. സാധാ PP-മാര് പോലെ ഈ ഹ്യൂമൻ റൈറ്റ് ലംഘനത്തിന്റെ കേസ് കോടതിയിൽ വരുമ്പോൾ വാദിക്കാൻ വേണ്ടി ആര് വേണം? സ്പെഷ്യൽ PP-മാര് വേണം. തീർന്നില്ല. ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ലോക്കൽ പോലീസിനെ ഏൽപ്പിക്കാൻ പാടില്ല. അതിനെന്ത് വേണം? സ്പെഷ്യൽ ടീം. ക്ലിയർ ആണല്ലോ? ഞാൻ അടുത്ത് വലിയ എസ്സേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു 10 മാർക്ക് കിട്ടും. എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പറ്റിയോ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിന്റെ ഓവർവ്യൂ ചോദിച്ചാൽ എഴുതാൻ മനസ്സിലായല്ലോ. എവിടെ തുടങ്ങണമെന്ന് മനസ്സിലായല്ലോ. ഡിറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പറഞ്ഞ ഒരു ഡിറക്റ്റീവ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി 1993 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിന്റെ പേരാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്. അതിലുള്ള ബോഡീസ് ഏതൊക്കെയാ? ഫസ്റ്റ് ഹൈലൈറ്റ്
ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നിർത്തിക്കോ. എന്തൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുക? Human Rights National Human Commission. Rights Commission. നാഷണൽ State- ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, ഉം. നാഷണൽ ഹ്യൂമൻ Human റൈറ്റ്സ് Rights Commission. കമ്മീഷൻ. സുപ്രീം കോർട്ടിലെ ജഡ്ജിന്റെ കാറ്റഗറി ആയിട്ട് സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾ വായിച്ചു പഠിക്കും. കൂടുതൽ പറയാം, ജസ്റ്റ് വായിച്ചു പഠിക്കും. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്. പിന്നെ എല്ലാ സംസ്ഥാനത്തും എന്ത് വേണം? State State Human Human Rights Rights Commission. Commission, SHRC. സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വേണം. പിന്നെ Human Rights Human Board. Rights ആ Board. സർക്കാർ ഹ്യൂമൻ റൈറ്റ് കോടതി ഇവിടെ ഇന്ത്യയിൽ ഇവിടെ അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് പോട്ടെ, പക്ഷെ ഉണ്ടാക്കണമെന്നാ പറഞ്ഞത്. ഹ്യൂമൻ റൈറ്റ്സ് കോടതികൾ വേണം. പിന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടേഴ്സ് വേണം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വേണം. ആര് വേണം? Special Investigating Team. എന്നിട്ട് ഞാൻ അടുത്ത പറഞ്ഞുതരാം. ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ സ്റ്റേറ്റ് കമ്മീഷന്റെയും പവേഴ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കുറച്ച് പവേഴ്സ് പറഞ്ഞുതരാം. ഫങ്ഷൻസ് ഒന്നെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിക്ടിം, അതായത് പബ്ലിക് സർവൻസിന്റെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഹ്യൂമൻ റൈറ്റ് ലംഘിച്ചാൽ പരാതിയിന്മേലോ സ്വമേധയോ കേസെടുക്കാം. ആ വാക്കാണ് പറഞ്ഞത്. എന്തെടുക്കാം? പരാതിയിലുള്ള സ്വമേധയാ സുമോട്ടോ കേസെടുക്കാം. എടുക്കാം. വലിയ പവർ അല്ലേ. അപ്പൊ ഈ NHRCക്കും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഒക്കെ സ്വമേധയാ കൂടെ കേസെടുക്കാന്ന് പറഞ്ഞ്. ഇനി ഇതൊന്നുമല്ല ഹൈലൈറ്റ്. ഈ ആക്ടിന്റെ കീഴിലുള്ള NHRCക്കും സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും കേസെടുക്കണമെങ്കിൽ ഹ്യൂമൻ റൈറ്റിന്റെ ലംഘനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ ഡെഫിനിഷൻ ചിലപ്പോൾ ചോദിക്കും. ഡിഫൈൻ ഹ്യൂമൻ റൈറ്റ്സ് അണ്ടർ ഈ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. അപ്പൊ അതിനെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഈ ആക്ടിൽ ഹ്യൂമൻ റൈറ്റ്സിനെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ആക്ടിൽ ഹ്യൂമൻ റൈറ്റ്സിനെ നിർവചിച്ചിരിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് എന്തെന്നാൽ ഒരു വ്യക്തിക്കുള്ള ഭരണഘടന, നമ്മുടെ കണ്ടില്ലേ, ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള ലൈഫിനെയും ലിബർട്ടിയും ഇക്വാലിറ്റിക്കും ഡിഗ്നിറ്റിക്കുള്ള എല്ലാ അവകാശങ്ങളും, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കവനൻസിൽ കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ. കണ്ടില്ലേ? കാര്യം മനസ്സിലായല്ലോ എന്താണെന്ന്. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സിന്റെ നിർവചനം നമ്മൾ ഡിഫൈൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ട് വിധത്തിൽ എഴുതാം. ഞാൻ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്? അത് സാധാ ഡെഫിനിഷനാണ്. എന്താണ്? ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജനിച്ചതുകൊണ്ട് മാത്രം ഇൻഹറന്റ് ആയിട്ട് ഇന്നേലിനബിൾ ആയിട്ട് കിട്ടുന്ന ഹ്യൂമൻ റൈറ്റ്സിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ഹ്യൂമൻ റൈറ്റ്സ്. പക്ഷേ നമ്മുടെ ലീഗൽ ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ ഏതാ എഴുതേണ്ടത്? ഡിഫൈൻ ദ സ്റ്റാറ്റ്യൂട്ടറി ഡെഫിനിഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നിങ്ങൾ ഏതാ എഴുതേണ്ടത്? ഹ്യൂമൻ റൈറ്റ് ആക്ട് പ്രകാരം. ഹ്യൂമൻ റൈറ്റ് ഇന്ത്യയിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിലെ 1993 ഡെഫിനിഷനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ സെക്ഷൻ 2 പറഞ്ഞ നിർവചനം ഇങ്ങനെയാണ്: ഹ്യൂമൻ റൈറ്റ്സ് എന്തെന്നാൽ ഇന്ത്യൻ ഭരണഘടന വ്യക്തികൾക്ക് നൽകുന്ന ലിബർട്ടി, ഇക്വാളിറ്റി, ഡിഗ്നിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ അവകാശങ്ങളും ഓർ എംബഡീഡ് ഇൻ ദ ഇന്റർനാഷണൽ കവനൻസ് ആൻഡ് എൻഫോഴ്സിബിൾ ബൈ ദ കോർട്സ് ഇൻ ഇന്ത്യ. കാര്യം മനസ്സിലായല്ലോ? അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതിനകത്ത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളല്ല വരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായോ? ഏതും വരും. ഇന്റർനാഷണൽ കവനന്റിനുള്ള കാര്യം. ഓക്കെ, തീർന്നില്ല. ഇനി 2 കമ്മീഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞു. ആ കമ്മീഷന് വിക്ടിമിന്റെ, അപ്പൊ ഈ ഹ്യൂമൻ റൈറ്റ് ലംഘനത്തിന്റെ വിക്ടിമിന്റെ പരാതിയിന്മേലോ സ്വമേധയോ എന്ത് ചെയ്യാം? കേസെടുത്ത് അന്വേഷിക്കാം. അന്വേഷിക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ, പബ്ലിക് സർവൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഹ്യൂമൻ റൈറ്റ് ലംഘനങ്ങളോ അതിന്റെ പ്രേരണയോ അത് തടയാൻ ആര് നെഗ്ലിജന്റ് ആയി. ഒരുപാട് എക്സാമ്പിളാ. ഹ്യൂമൻ റൈറ്റ് ലംഘനം തടയാൻ വേണ്ടി ആര് അശ്രദ്ധ കാണിച്ചു? ആര് കാണിച്ചു? അതെ, ഉദ്യോഗസ്ഥന്മാര്. പബ്ലിക് സർവന്റ് ഹ്യൂമൻ റൈറ്റ് ലംഘനം തടയാൻ ലംഘനം തടയാൻ നെഗ്ലിജന്റ് ആണെങ്കിൽ അവർക്കെതിരെ ആർക്ക് അന്വേഷിക്കാം? തീർന്നില്ല. ജയിലുകളും അങ്ങനെയുള്ള റിഫർമേഷൻ ഹോംസും ഒക്കെ ആർക്ക് വിസിറ്റ് ചെയ്യാം? കമ്മീഷന്. തീർന്നില്ല. ഈ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടെന്നുള്ളത് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടി അവർക്ക് സെമിനാറും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ NGOമാരും മറ്റ് സംഘടനകളെയും കൂടെ കൈകോർത്ത് പിടിച്ച് രാജ്യത്ത് ഹ്യൂമൻ റൈറ്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാം. ഇതാണ് ആരുടെ അതോറിറ്റി, ഇതാണ് ആരുടെ പവേഴ്സ്? കമ്മീഷൻ. പിന്നെ ഈ കമ്മീഷന് നിങ്ങൾ പഠിച്ച CPCക്കകത്ത് സിവിൽ കോടതിക്ക് ഒരു കേസ് വിചാരണ ചെയ്യാൻ ഉള്ള പവേഴ്സ് എല്ലാം ആർക്ക് കൊടുത്തിരിക്കുക? ഈ കമ്മീഷന് കൊടുത്തിരിക്കുക. നിങ്ങൾ പഠിച്ചതല്ലേ?
ആരെ വേണോ സാക്ഷിയായിട്ട് വിളിച്ചു വരുത്താം. അപ്പോൾ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറയാം. അഫിഡേവിറ്റിൽ തെളിവ് സ്വീകരിക്കപ്പെടാം. കമ്മീഷൻ വയ്ക്കാം. ഇതൊക്കെ ആർക്ക് പവർ കൊടുത്തിരിക്കുക? ഇല്ലേ? എന്നിട്ട് ഇവർക്ക് ഇവരുടേതായ എന്തും കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കേസുകളിൽ അന്വേഷണം നടത്താൻ വേണ്ടി ഇവരുടെ ഡിസ്പോസൽ ആരും കൂടെ ഉണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഇവരിടപെട്ട 1-2 എക്സാമ്പിൾ കേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നമുക്ക് വക്കീലന്മാർക്ക് ആവശ്യമുള്ള ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. പറയട്ടെ? ഓക്കെ, ആന്ധ്രാപ്രദേശില് 2000 ആ സമയത്താ ഈ ഒരു യങ് ലേഡി വക്കീലിനെ സെക്ഷലി കുറെ പേര് ഹറാസ് ചെയ്തു, കൂടുള്ള വക്കീലന്മാര്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹ്യൂമൻ റൈറ്റിന്റെ ലംഘനത്തിനകത്ത് നമ്മുടെ എന്താണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇടപെടുന്നു നിങ്ങൾക്ക് ഒരു അറിയാം. പക്ഷെ നമ്മുടെ ലീഗൽ ഫീൽഡിൽ തന്നെ ഇടപെടൽ പറയാം. ഒരു യങ് ലേഡി അഡ്വക്കേറ്റ് കൂടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ലോയേഴ്സിന്റെ സെക്ഷൽ ഹറാസ്മെന്റിൽ മനം നൊന്ത് സൂയിസൈഡ് ചെയ്തു ആന്ധ്രാപ്രദേശിൽ. അപ്പോ അത് ആര് കേസെടുത്തു? നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അത് കേസെടുത്തു. സ്പെഷ്യലി കൊടുത്തു. യെസ്. അതേപോലെ ഒരു അടുത്ത വേറൊരു കേസ് UP-യിൽ ഒരു VVIPയുടെ കാർ യാത്രയ്ക്ക് ഇടയ്ക്ക് ഒരു പെൺകുട്ടിയെ ആക്സിഡന്റ് പറ്റി മരിച്ചുപോയി. മനസ്സിലായില്ലേ? VVIP സെക്യൂരിറ്റിക്ക് എസ്കോട്ട് പോയ കാർ ഓവർ സ്പീഡ് ചെയ്തിട്ട് വഴിയെ പോയൊരു പെൺകുട്ടി ഇടിച്ചിട്ട് കൊന്നു UP-യിൽ. അപ്പൊ ഈ NHRC ഇടപെട്ടിട്ട് സർക്കാരിന്റെ അടുത്ത് എന്ത് കൊടുക്കാൻ പറഞ്ഞു? ഓക്കെ. ഇനി വേറൊന്ന്, രാജസ്ഥാനില് ഒരു സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറുടെ അശ്രദ്ധയോടുകൂടി ഒരു സ്ത്രീയുടെ യൂട്രസ് സ്റ്റോൺ റിമൂവ് ചെയ്യുന്നതിന് വരെ ഏത് റിമൂവ് ചെയ്തു? ഇത് ഒറിജിനൽ കേസസ് ഞാൻ പറയാം. രാജസ്ഥാനില് സർക്കാർ ആശുപത്രിയിൽ സർക്കാർ ഡോക്ടേഴ്സ് സ്റ്റോൺ റിമൂവ് ചെയ്യുന്നതിന് വരെ ഒരു സ്ത്രീയുടെ ഏത് റിമൂവ് ചെയ്തു? യൂട്രസ്. അപ്പൊ ഇടപെടുത്തി അവിടെ ഈ NHRC ആണ് അതിനകത്ത് ഇടപെട്ടിട്ട് എന്ത് കൊടുക്കാൻ പറഞ്ഞു? കൊടുക്കാൻ പറഞ്ഞു കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഇതേപോലെ വേറൊരിക്കൽ തമിഴ്നാട്ടില് ഒരു ആചാരത്തിന്റെ പേരിൽ കുറെ കൊച്ചു കുട്ടികളെ കുറച്ച് സെക്കൻഡ്സ്, 1 മിനിറ്റ് ദൈവങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭൂമിയിൽ കുഴിച്ചിട്ടു. പരീക്ഷ എഴുതാൻ വേണ്ടി പറയാം. ചിലപ്പോൾ essay കിട്ടും. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പവേഴ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ്. ഇപ്പൊ തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവമാണ്. തമിഴ്നാട്ടിൽ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് കുറെ കൊച്ചു കുട്ടികളെ എന്ത് ചെയ്തു? ദൈവത്തിന് ഇത് കൊടുക്കുന്നതായിട്ട് ഒരു സിംബോളിക്ക് കാണിക്കാൻ വേണ്ടി കൊച്ചുകുട്ടികളെ പിടിച്ച് എവിടെ ഇട്ടു? കുഴിച്ചിട്ടു. അപ്പൊ കുഴിച്ചിട്ട് അവസാനം അത് ഉടൻ തന്നെ സ്വമേധ കേസെടുത്തു? അപ്പൊ അതിനെതിരെ ആ ചെയ്തവർക്കൊക്കെ അവിടെയുള്ള ലോക്കൽ ആക്ട് വെച്ചിട്ട് കേസെടുക്കാൻ വേണ്ടി അപ്പൊ തന്നെ ഡയറക്ഷൻ കൊടുത്തു?
തീർക്കുക. നമ്മൾ പല വൾണറബിൾ സെക്ഷൻസ് എടുക്കുക. ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല, ഇതോടെ മിക്സ് ചെയ്താൽ മതി. ഏറ്റവും വൾണറബിൾ സെക്ഷൻസ് ഏതാ? സ്ത്രീകളല്ലേ? അതെ. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ലോ ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് തന്നെ എഴുതാം. പറഞ്ഞു ചിലപ്പോൾ രഹസ്യം ചോദിക്കുക. ഇന്റർനാഷണൽ തലത്തിലുള്ള സ്ത്രീകളുടെ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ ചോദിച്ചാൽ നിങ്ങൾ കണ്ണോടച്ച് ഏതങ്ങ് എഴുതിയാൽ മതി. ആദ്യം ഏതെഴുതണം? UDHR അല്ലെ, സ്ഥിരം എഴുതിക്കോളൂ. UDHRും ആണുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയല്ലേ വന്നിരിക്കും. അപ്പൊ UDHR എഴുതണം. ഞാൻ പറയാൻ കൂടുതൽ പഠിക്കണ്ടെന്ന് പറഞ്ഞു തരാം. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം. നിങ്ങൾ അത് ലോജിക്കലി എഴുതിയാൽ മതി. വിമൻ പ്രൊട്ടക്ഷൻ ചോദിച്ചാലും ഏത് എഴുതാം? നമുക്ക് ഏത് കോട്ട് ചെയ്യണം? UDHRും മാത്രമേ ഉള്ളൂ. UDHR മാത്രമല്ലല്ലോ, ഇന്റർനാഷണൽ കവനൻസും കോട്ട് ചെയ്യണം. പ്ലസ് നിങ്ങൾ എന്തും കൂടെ എഴുതിക്കോണം. ഞാനിപ്പോ പറഞ്ഞു തന്ന ഏത് കവനന്റ്? CEDAW. അപ്പൊ അത് എഴുതുമ്പോ ഏകദേശം എന്താവും? സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനെ പറ്റിയുള്ള കാര്യങ്ങളാവും. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് ഒരു തീർക്കാം. ടോപ്പിക്സ് തീർന്നു. അടുത്തൊരു essay ആണ് ചൈൽഡ്. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? ചൈൽഡിൽ എന്തൊക്കെ എഴുതാം? ചൈൽഡിന്റെ ചോദിച്ചാലും നിങ്ങൾക്ക് ഏത് എഴുതാം? യെസ്, UDHRലും ചൈൽഡ് ലേബർ പാടില്ല, ബോണ്ടഡ് ലേബർ പാടില്ല, സ്ലേവറി പാടില്ല, എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആർക്കും കൂടെ വേണ്ടിയാണ്. യെസ്, അപ്പൊ അതും നിങ്ങൾക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒക്കെ പറഞ്ഞു തന്നില്ലേ. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ചൈൽഡിനെ പറ്റി essay ചോദിച്ചാൽ നിങ്ങൾ വലിയ ടെൻഷൻ അടിക്കേണ്ട. ഈ 3 നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ ബിൽ ഓഫ് റൈറ്റ്സിൽ ഇല്ലാത്തതായിട്ട് ലോകത്തൊന്നും ഇല്ലല്ലോ, അത് എഴുതുക. പിന്നെ കൂട്ടത്തിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട CRC എഴുതണം. എന്താണ്? UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ് 1989 എഴുതണം. എന്തെഴുതണം? UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ആസ്പെക്ട് മനസ്സിലായില്ലേ? ആ കൺവെൻഷനിൽ എന്തൊക്കെയായിരിക്കും പറഞ്ഞു നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ചുമ്മാ ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞോ? UN CRC നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് എന്ത് എഴുതാം? എന്തൊക്കെ എഴുതാം ഉണ്ടാക്കി? ചൈൽഡ് ലേബർ ആയിരിക്കും, പോസ്റ്റ് ലേബർ പാടില്ല, എഡ്യൂക്കേഷൻ ഫ്രീ ആൻഡ് എല്ലാം എഴുതിയിട്ട് നിങ്ങൾ ഒരു വാക്ക് എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ചൈൽഡ് നോം ഒന്നും എഴുതരുത്. എന്താണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ചൈൽഡ് നോം? ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ചൈൽഡ് എന്നാണ് ഈ CRC ലാസ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നത്. CRCയുടെ എല്ലാ കഥയും കത്തിയൊക്കെ നിങ്ങൾ വെച്ചു. പക്ഷെ നിങ്ങൾ ഉറപ്പായിട്ട് ഏത് വാക്ക് എഴുതണം? ലാസ്റ്റിൽ എന്ത് എഴുതണം? ഈ കൺവെൻഷൻ ഒറ്റ പോയിന്റിലാണ് കൺവേർട്ട് ചെയ്യുന്ന. അതിന്റെ പേരെന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്താണത്? ഏതാ? UNCRCക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു രാജ്യത്ത് എന്ത് നോക്കിയാലും, ഒരു രാജ്യം കുട്ടികളുടെ എന്ത് കേസ് വന്നാലും എന്ത് മാത്രമേ നോക്കിയാൽ മതി? ഇനി തൊട്ട് കുട്ടിയുടെ എന്തേ നോക്കാവൂ? ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ചൈൽഡ്. ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ് എന്നാണ് പറയുന്നത്. കാര്യം മനസ്സിലായല്ലോ? ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ചൈൽഡ്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി കുട്ടിക്ക് വേണ്ടിയുള്ളത് ഓൾറെഡി ഞാൻ ഇനി പറഞ്ഞല്ലോ. കുട്ടിക്ക് വേണ്ടി നമുക്ക് ഇനി പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തില്ല. ഏതൊക്കെയാ? റൈറ്റ് ടു ഫാമിലി അല്ലേ, റൈറ്റ് ടു നെയിം, റൈറ്റ് ടു നാഷണാലിറ്റി എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ലേ? അതെല്ലാം എവിടെ എഴുതണം നിങ്ങൾ? അതെല്ലാം എവിടെ എഴുതണം? ചൈൽഡ് റൈറ്റ്. യെസ്, ക്ലിയർ ആണല്ലോ അത്? ചൈൽഡിനെ പറ്റിയുള്ള ഒരു ഇന്റർനാഷണൽ essay എഴുതാൻ പാടില്ലല്ലോ, ഉണ്ടോ? അടുത്തതിലോട്ട് പോട്ടെ, തീർക്കാം. നെക്സ്റ്റ്, അടുത്ത പറയട്ടെ. അടുത്ത നമുക്ക് ഒരു ട്രൈബൽ ലാൻഡ് ആൻഡ് ട്രൈബൽ റൈറ്റ്സ് എന്നൊരു ഏരിയ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്താണ് അടുത്ത ഏരിയ? വൾണറബിൾ കാറ്റഗറിയിൽ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു തന്നു ഞാൻ. സിലബസിലുള്ളതാണ്. വിമണിനെ പറ്റി ഒരു ഇന്റർനാഷണൽ essay എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ കണക്ട് ചെയ്താണ് എഴുതേണ്ടത്. രണ്ടാമത്തെ ആരാണ്? രണ്ടാമത്തെ essay ആരെ പറ്റിയാണ്? അതെ അതെ, മൂന്നാമത്തെ ഒരു essay നിങ്ങളെ കൊടുത്തിരിക്കുന്ന ഏതാണ്? മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ആരാ കൊടുത്തിരിക്കുന്നത്? ട്രൈബൽ പേഴ്സൺസ് അല്ലേ? ട്രൈബൽ പേഴ്സൺസ് അല്ലേ? ട്രൈബൽ ലാൻഡ് എന്നൊക്കെ പറഞ്ഞ സിലബസ് ഒന്ന് നോക്കിയാ നിങ്ങളുടെ സിലബസിനകത്ത് ഇപ്പൊ തന്നതിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നേ? അല്ല, അതിനകത്ത് ഞാൻ ചോദിക്കുന്നതിന് എന്റെ സൈറ്റിൽ നോക്കിയാ ഏതാണ് നിങ്ങൾ തന്നെ അയച്ചു തന്നുള്ള അല്ലേ? അതും കൂടെ അല്ലേ ഉള്ളു ഇനി? ആണോ? യെസ് സർ, ട്രൈബൽ.
ട്രൈബൽ അല്ലേ? അല്ല, അതും കൂടെ അല്ലേ ഉള്ളൂ അല്ലേ? അപ്പോ നമ്മുടെ ട്രൈബൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ട്രൈബൽ ലാൻഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്തോട്ട് വരുമ്പോൾ അത് ആരെയാ ഉദ്ദേശിക്കുന്നത്? ട്രൈബൽ ലാൻഡും ഒക്കെ ആകുമ്പോൾ ഇന്ത്യയിൽ നമ്മൾ ആരെയാണ് ഉദ്ദേശിച്ചത്? ഷെഡ്യൂൾ ട്രൈബ്സിനെ അല്ലേ? അങ്ങനല്ലേ? നമുക്കതുണ്ടോ സർ? എന്തോ? കേരള യൂണിവേഴ്സിറ്റിക്ക് അതുണ്ടോ ട്രൈബ്സ്? ഉണ്ട്. ഞങ്ങൾക്ക് ഇല്ല സർ അത്. ഓക്കെ, ഞാനിപ്പോൾ അതും കൂടി പറഞ്ഞു കൊടുക്കാം. എന്തായാലും അത് കേട്ട് നമുക്ക് എവിടെയെങ്കിലും ഹ്യൂമൻ റൈറ്റ്സിന്റെ ആംഗിൾ എഴുതാമല്ലോ നമുക്ക്. ഓക്കെ സർ. അത് ചെറുതാ, ഒരു കൂടി ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താണ് ഈ ഇൻഡിജീനിയസ് പേഴ്സൺസിന് വേണ്ടിയുള്ള ഒരു കൺവെൻഷൻ നമ്മൾ ഓൾറെഡി എന്ത് റൈറ്റ് ഉണ്ട്? ഓൾറെഡി നമ്മൾ ഏത് തന്നെ പറഞ്ഞിരിക്കുക. ഈ UDHRലും നേരത്തെ പറഞ്ഞതിലൊക്കെ ആരും വരും, എല്ലാത്തിലും ആര് വരും? ജനറലി വരുമല്ലോ അല്ലേ? ഓക്കെ, ഇപ്പൊ UN തന്നെ ഇതിനകത്ത് ഒരു ഡിക്ലറേഷൻ തന്നെ ഇറക്കിയിട്ടുണ്ട്, UN ഡിക്ലറേഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ഇൻഡിജിനിയസ് പീപ്പിൾസ്. ഇതിനെ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു ആക്ട് നമുക്ക് ഇന്ത്യയിലുണ്ട്. നമ്മൾ സിലബസിൽ വായിച്ചു നോക്കിയോ ആ ആക്ട്? ട്രൈബൽ ലാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ട് സിലബസ് നിങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ടിന്റെ പേര് പറയട്ടെ. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്നാണ് നമ്മൾ അതിനെ ഷോർട്ട് ഫോമിൽ. ഇൻഡിജീനിയസ് പേഴ്സൺസിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് നമ്മുടെ അന്താരാഷ്ട്ര ഉടമ്പടികൾ പറഞ്ഞതുകൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പാർലമെന്റ് 2006 ഒരു ആക്ട് കൊണ്ടുവന്നു. ആക്ടിന്റെ പേരെന്താ? ഫോറസ്റ്റ് റൈറ്റ് ആക്ട് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. പക്ഷെ അതിന്റെ ഫുൾ നെയിം ഇങ്ങനെയാണ്: ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്. ആക്ടിന്റെ പേരുണ്ട്, നിങ്ങൾ കേൾക്കുന്നതിനെ കുറിച്ചൊക്കെ എടുത്തു, അത് സിലബസിൽ ഉള്ളതാ കേട്ടോ. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അതിനകത്ത് ഒറിജിനൽ പേര് അതല്ല. 2006 ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരെന്താണ്? ഒറിജിനൽ പേര് അതാണ് ഞാൻ പറയാൻ പോണതാണ്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് റെക്കഗ്നേഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം മനസ്സിലായല്ലേ? ഈ ആക്ടിന്റെ പ്രത്യേകത കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന വേറൊന്നുമില്ല. ആദ്യം ഈ പറഞ്ഞ ഷെഡ്യൂൾ ട്രൈബ്സിനും അല്ലാതെ പരമ്പരാഗതമായിട്ട് കാട്ടിൽ വസിക്കുന്നവരുടെയൊക്കെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആരുടേതാണ്? യെസ്. അപ്പൊ അവിടെ അവർക്ക് മീൻ പിടിക്കാനും പശുവിനെ മേയ്ക്കാനും അവിടുത്തെ വാട്ടർ ബോഡീസിലൊക്കെ അവരുടെ ആക്സസ് അവരുടെ എന്താണ്? സർക്കാരിന്റെ ഔദാര്യമല്ല, അവരുടെ എന്താണ്? അവകാശം. യെസ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സിലബസ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? സാധനം നോയിൽ അതുണ്ടോ? കോപ്പിയോ അതുണ്ടോ? സിലബസിൽ നിങ്ങൾ കണ്ടോ? അത് മെറ്റീരിയൽ നിങ്ങളുടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അത് നോക്കിയോ? അല്ല, അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ കയ്യിലുണ്ടല്ലോ അല്ലേ? അതേ ഉള്ളൂ, വേറെ മാർഗവും ഇല്ല. നിങ്ങൾ ഇത്ര അതിനകത്ത് കണക്കാക്കിയാൽ മതി. ഈ പറഞ്ഞ ഇൻഡിജീനിയസ് പേഴ്സൺസിന് 6 ആക്ട് ആണ്. ആക്ടിന്റെ പേര് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്നാണ് പറയുന്നതെങ്കിൽ അതിന്റെ ഫുൾ നെയിം അതല്ല. അത് പഠിച്ചിട്ട് വേണം, കാരണം ഒരു മൊഡ്യൂൾ 10 മാർക്കിലപ്പോൾ ചോദിക്കും. ഷെഡ്യൂൾ ട്രൈബ് ആൻഡ് അതർ ട്രഡീഷണൽ, അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? കാടിന്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് വനവിഭവങ്ങളെല്ലാം. ഇതാണ് ഏത് ആക്ട് പറയുന്നത്? ചിലപ്പോൾ റൈറ്റ്സ് ഓഫ് ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഒരു ആക്ട് ഇപ്പൊ മനസ്സിലായോ? തീർന്നില്ല, അടുത്തൊരു ആക്ട് കൂടെ പറഞ്ഞുതരാം. 1972 നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിലുണ്ട് കേട്ടോ. എന്തുണ്ട്? 1972 ഏതുകൊണ്ട്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ സാധാരണ വ്യക്തികൾ അവിടെ കയറി ആക്ട് പറഞ്ഞിരിക്കുന്ന പ്ലാൻസ് ഒന്നും അപ്രൂവ് ചെയ്യുകയോ അവിടെ നിലക്കിക്കൊണ്ട് പോകാനോ പറ്റില്ല. പക്ഷേ കാടിന്റെ മക്കൾക്ക് എന്ത് റൈറ്റ് കൊടുത്തിരിക്കുക? അവർക്ക് ഫുഡ് പാചകം ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ഏതെടുക്കാം? സ്പെസിഫൈഡ് പ്ലാൻസ് ഒക്കെ അപ്രൂവ് ചെയ്യാം. അപ്പൊ 2 ആക്ട്. അപ്പൊ ഞാൻ ട്രൈബൽ ലാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ആക്ട് മാത്രം എഴുതി നിർത്തിക്കളയല്ലേ. ഒരു ആക്ട് അത് മൂവ്മെന്റ് അല്ലേ? അത് ജസ്റ്റ് വായിച്ചു നോക്കി, അതൊക്കെ നെറ്റിൽ ഗൂഗിൾ ചെയ്താൽ. ഞാൻ അതിനകത്ത് ലോ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇല്ലാത്തവനെ പറഞ്ഞത്. അപ്പൊ ട്രൈബൽ ലാൻഡിന്റെ ഒരു ആക്ടാ ഞാൻ ഈ പറഞ്ഞത്. ആദ്യത്തെ ആക്ടിന്റെ പേരെന്താ?
ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ഓഫ് 2006 കൂട്ടത്തെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി അഡീഷണൽ പോയിന്റ് ഞാൻ പറഞ്ഞു തരിക. എന്താണ് അടുത്ത പോയിന്റ് പറഞ്ഞു തന്നത്? വേറെ ആക്ടിന്റെ പേരെന്താ പറഞ്ഞു തന്നത് ഞാനിപ്പം? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. യെസ്. അപ്പൊ അതിലും ഈ ട്രൈബൽ ലാൻഡ് ആരുടേതാണെന്നാണ് പറഞ്ഞു പോണത്? ആർക്ക് കുത്തക കൊടുത്തിരിക്കുക? ട്രൈബ്സ്. യെസ്. ഇനി ഒന്നും കൂടെ ഉണ്ട്. 2013 നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്. അതിന്റെ ഫുൾ നെയിം പരീക്ഷയ്ക്ക് എഴുതിക്കോ. റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ആക്ട് 2013. ഈ ആക്ടിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ ആക്ട് എന്തിനാ വന്നു നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എന്തിനാ വന്നത്? ലാൻഡ് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട്. യെസ്. ലാൻഡ് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ലാൻഡ് എടുക്കുമ്പോൾ കഴിയുന്നത് ഏത് തൊടാൻ പാടില്ല? ഗ്രീൻ ബെൽറ്റ്. ഏത് ലാൻഡ്? ആരുടെ ലാൻഡ്? ട്രൈബൽ ലാൻഡ്. യെസ്. അതും കൂടെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണം. അഥവാ ട്രൈബൽ ലാൻഡിന്റെ അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിളിന്റെ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ഇന്ത്യൻ ലോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട 3 ആക്ട് ഇപ്പൊ മനസ്സിലായല്ലോ. നിർത്തട്ടെ, ഏകദേശം അതിന്റെ ഞാൻ നിർത്തട്ടെ. കാര്യം കിട്ടിയ ഐഡിയ കിട്ടിയോ ആ ടോപ്പിക്കിൽ? എന്താ? റൈറ്റ് ഓഫ് ഫീറ്റസ്, റൈറ്റ് ഓഫ് അൺബോൺ ചൈൽഡ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതേണ്ട പോയിന്റ് ഞാൻ ചോദിച്ചുകൊണ്ട് പറയാം. നമ്മുടെ ഈ പഴയ നാച്ചുറൽ ലോ തിയറിക്കകത്ത് പറയുന്നത് പറഞ്ഞാൽ ഫീറ്റസ് ആയാൽ തന്നെ ജന്മമായി എന്ത് ചെയ്യാൻ പാടില്ല. യെസ്, അതായിരുന്നു തത്വം. പക്ഷേ അതിന് സ്ത്രീകളുടെ ഇൻഡിവിജ്വൽ ലിബർട്ടി എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് US തന്നെ, ക്രിസ്ത്യൻസ് മെജോറിറ്റി ഉള്ള US തന്നെ റോ വേഴ്സസ് വെയ്ഡ് കേസ്, എന്താ കേസിന്റെ പേര് കേട്ടോ? എന്ത്? റോ വേഴ്സസ്, നോവൽ ചോദിച്ചോണ്ട് പറയാ. റോ വേഴ്സസ് വെയ്ഡ്, ROE വേഴ്സസ് റോ വേഴ്സസ് ROE വേഴ്സസ് WAD. ഗൂഗിൾ ചെയ്ത് നോക്ക് കേട്ടോ. പറയട്ടെ കേട്ടോ? റോ വേഴ്സസ് വെയ്ഡും പിന്നെ വേറൊരു കേസ് ഉണ്ട്, ഡോ വേഴ്സസ് ബോൾട്ടൺ. ഈ 2 കേസ് കോട്ട് ചെയ്യണം. PTCനെ പറ്റി അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന ഒരു ലീഗൽ ആൻസർ ഞാൻ തരാൻ. എന്താണ് ആദ്യത്തെ കേസ് ചെയ്ത്? അപ്പൊ പഴയ ചരിത്രം എഴുതിക്കോണം. നാച്ചുറൽ ലോ തിയറിക്കാരുടെ കാഴ്ചപ്പാടിൽ എന്ത് ചെയ്യാൻ പാടില്ല? PTCide is എ ക്രൈം ഓർ സിൻ. പോട്ടെ, സിന്നുമാണ് ക്രൈമാണ്. ഓക്കെ. പക്ഷെ അതിന് US മാറിയ കേസ് എന്താണ്? ഏത് കേസാ പറഞ്ഞേ? ഡോ വേഴ്സസ് ROE വേഴ്സസ് WAD-യും DOE ഡോ വേഴ്സസ് ബോൾട്ടൺ. ഈ 2 കേസ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ 2 കേസിലാണ് US സുപ്രീം കോർട്ടിന് മുന്നിൽ വന്ന തർക്കം ഇതേ ഉള്ളൂ. മെറ്റേണൽ റൈറ്റ് വേഴ്സസ് ഫീറ്റൽ റൈറ്റ്. കണ്ടില്ലേ? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ നോയൽ അല്ലേ? അമ്മയുടെ അവകാശം, അമ്മയ്ക്ക് അബോർട്ട് വേണ്ടെന്ന് തീരുമാനിക്കുന്ന അവകാശം വേഴ്സസ് ആരുടെ അവകാശം? യെസ്. അപ്പൊ ഇവിടെ പക്ഷേ കോടതി ഒരു വയാ മീഡിയ പോസ്റ്റ് എടുത്തിട്ട് പറഞ്ഞു ഒരു പർട്ടിക്കുലർ പീരിയഡ് ആ ഫീറ്റസിന് എത്തുന്നതിന് മുമ്പ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതെ, അതാണ് പോയിന്റ്. ആ ഒരു വയബിലിറ്റി. ഓക്കെ, ഞാൻ കോൺസെപ്റ്റ് പറയാം. ഇനി നമ്മളിത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അൺബോണിന് നമ്മൾ ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ നിങ്ങൾ പഠിച്ച ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ടിൽ തന്നെ പഠിച്ചില്ലേ? അൺബോണിന് എന്ത് കൊടുക്കാം? ഹിന്ദുസിനും ക്രിസ്ത്യൻസിനും അൺബോണിന്റെ പേര് പ്രോപ്പർട്ടി കൊടുക്കാന്ന് വെച്ചാൽ ആർക്ക് കൊടുക്കാൻ പറ്റില്ല? മുസ്ലിംസിന് പറ്റില്ല. തീർന്നില്ല. മെക്കോളെ ഉള്ള സമയത്ത് തന്നെ നിങ്ങൾ പഠിച്ചില്ലേ? സെക്ഷൻ 312 പറയുന്നില്ലേ കോസിംഗ് മിസ്കാരേജ് ഈസ് എ ക്രൈം? പഠിച്ചില്ലേ? മിസ്കാരേജ്. അപ്പൊ അത് എഴുതണം. അപ്പോ മിസ്കാരേജ് ക്രൈം ആക്കിയിരിക്കുക. നമ്മുടെ മെക്കോളെ തന്നെ 1860 ക്രൈം ആക്കിയിരിക്കുക. തീർന്നില്ല. ഇന്ത്യയിൽ വേറെ ആക്ട് ഉണ്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. എന്താണ് ആക്ട്? മെഡിക്കൽ ആ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിനകത്ത് പറയുന്നുണ്ട് പ്രഗ്നൻസി അബോർട്ട് ചെയ്യാൻ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീസിനെ മാത്രമേ പറ്റുകയുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ. അതും
ഒരു പർട്ടിക്കുലർ പീരീഡിനകത്തേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു വിവാദം ഉണ്ടായിരുന്നു. ഓക്കെ, ആ പീരീഡ് ഇപ്പൊ 2021 അത് അമെൻഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 വന്നെങ്കിലും ഇപ്പൊ നമുക്കൊരു അമെൻമെന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആ അമെൻമെന്റ് വന്നതിന്റെ കാരണം വേറൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ പത്രത്തിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്താൽ മതി. ഒരു ന്യൂസ് ഒറ്റ ഹെഡ്ലൈൻ പറയാ, പരീക്ഷിക്കണത് എഴുതിക്കോ ചോദിക്കുന്നെങ്കിൽ. 10-year-old ശ്രദ്ധിച്ചോ, 10-year-old റേപ്പ് വിക്ടിം ഡിനൈഡ് അബോർഷൻ ബൈ ദ സുപ്രീം കോർട്ട്. വിദേശ പത്രങ്ങളിൽ വന്ന ഒരു ഹെഡ്ലൈൻ ആണ്. ഇന്ത്യൻ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തില്ല. വിദേശ പത്രങ്ങളിലെ ഏറ്റവും മേജർ ഹെഡിങ് ഇതായിരുന്നു. ഹെഡിങ് കേട്ടോ? കേട്ടു സർ. 10-year-old റേപ്പ് വിക്ടിം ഡിനൈഡ് അബോർഷൻ ബൈ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പേര് കളയാനുള്ള എന്ത് കിട്ടിയാലും പബ്ലിഷ് ചെയ്യുമല്ലോ വിദേശ പത്രങ്ങൾ. ഇത് വന്നു. അപ്പൊ ഇവിടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 10 വയസ്സുള്ള ഒരു കുട്ടി പ്രഗ്നന്റ് ആയി, ആ കുട്ടിക്ക് അബോർട്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് സുപ്രീം കോടതി ഡിനൈ ചെയ്തു എന്ന് പറയാൻ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ആലോചിച്ച് നോക്ക്, 10 വയസ്സുള്ള പെൺകുട്ടി പ്രഗ്നന്റ് ആയത് തന്നെ വലിയ വിഷമമുള്ള വിഷയമല്ലേ. പക്ഷെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുക, ഈ കുട്ടി പ്രഗ്നന്റ് ആവുകയും ചെയ്തു. പക്ഷെ ഈ കുട്ടിക്ക് പ്രഗ്നന്റ് ആയെന്ന് അറിയാതെ വയറുവേദനയൊക്കെ വന്നപ്പോൾ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി ട്രീറ്റ് ചെയ്തിട്ട് പിന്നെയാണ് അറിയുന്നത് ഈ കുട്ടി പ്രഗ്നന്റ് ആണ്. അപ്പൊ ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പീരിയഡ് കഴിഞ്ഞു പ്രഗ്നൻസി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? ലീഗലി എന്ത് പറ്റില്ല? ടെർമിനേഷൻ പറ്റില്ല. യെസ്. അവസാനം കോടതി പോയപ്പോ കോടതിയും പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ വിഷമം നമുക്ക് മനസ്സിലായി. പക്ഷെ സ്റ്റാറ്റ്യൂട്ടിൽ ഇത്ര പീരീഡ് പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം ഇത് ഡോക്ടേഴ്സിനെയൊക്കെ തീരുമാനിക്കാൻ പറ്റുന്ന കോടതി കൈകഴുകി. അങ്ങനെ ഒരുപാട് കേസ് വന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പൊ സെൻട്രൽ സർക്കാർ എന്ത് ചെയ്തു, റീസെന്റ് ആയിട്ട് ആ പീരീഡ് കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അമെൻഡ് ചെയ്യപ്പെട്ടു. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു നിർത്തിയ. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഡൗറി സിസ്റ്റം കൂടുതലായതുകൊണ്ട് ഇവിടെ നമ്മൾ ലിംഗനിർണയം നടത്തും. പ്രീനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തിയിട്ട് ഫീമെയിൽ ഫീറ്റിസർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? എന്ത് ചെയ്യും? അബോർട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ ഏത് ശാപമായി മാറി? ഫീമെയിൽ ഫീറ്റിസൈഡ്. അപ്പൊ അത് തടയാൻ വേണ്ടിയാണ് 94 നമ്മുടെ പാർലമെന്റ് വേറൊരു ആക്ട് കൊണ്ടുവന്നു കേട്ടോ. പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആക്ട് എന്നാണ് അതിന്റെ പേര്. 1994 കൊണ്ടുവന്നിട്ട് പറഞ്ഞു പ്രത്യേക അസുഖങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയുള്ള കണ്ടിജൻസി വരുമ്പോൾ മാത്രമേ കുട്ടിയുടെ എന്ത് നടത്താവൂ? യെസ്. അപ്പൊ ഇത്രയും വെച്ചിട്ട് വേണം നോയല എസ് എഴുതേണ്ട കേട്ടോ. ഫീറ്റസിന്റെ റൈറ്റ് ചോദിച്ചാൽ ഇത്രയൊക്കെ ലോ ഇന്ത്യയിൽ ഇപ്പോഴുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ ആരെ കാത്ത് സൂക്ഷിക്കുന്നത്? അപ്പൊ ഫീറ്റസിനും there is a inherent right to born alive എന്ന് കൺക്ലൂഡ് ചെയ്യണം കേട്ടോ നോയൽ. ഫീറ്റസിനും എന്തുണ്ട്? there is a human right to എന്തോ സിലബസിൽ ഉണ്ടോ അത്? ജെൻഡർ ഡിസ്ക്രിമിനേഷനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ചോദിച്ചാൽ നിങ്ങൾ ഒരു കാര്യം കൂടെ എഴുതിക്കോണം. അത് ഞാൻ പറയാൻ വിട്ടുപോയി. മെയിലും ഫീമെയിലും അല്ല. നാസ് ഫൗണ്ടേഷൻ കേസ്, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കേസ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നവതേജ് സിംഗ് ജോഹറിന്റെ കേസ്, ഈ 3 കേസിലും തേർഡ് ജെൻഡറും ആരാണെന്ന് ഡിക്ലെയർ ചെയ്യപ്പെട്ടു. അല്ല, ജെൻഡർ ജസ്റ്റിസ് ചോദിച്ചാൽ നിങ്ങൾ എഴുതുമ്പോൾ മെയിൽ ഫീമെയിൽ മാത്രം എഴുതി നിർത്തരുതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തും കൂടെ എഴുതണം. കേസ് കേട്ടോ? ഏതൊക്കെ കേസ് പറഞ്ഞു തന്നു? നാസ് ഫൗണ്ടേഷൻ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, നാസ് ഫൗണ്ടേഷൻ കേസ്. ഓക്കെ കേട്ടോ? 2 നാഷണൽ ലീഗൽ നൽസ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി കേസ് കേട്ടോ? പിന്നെ ഇപ്പൊ വന്ന നവതേജ് സിംഗ്, ലേറ്റസ്റ്റ് ആണ്, നവതേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ 3 കേസോടുകൂടി ഇന്ത്യൻ കോടതി എന്ത് സെറ്റിൽ ചെയ്തു? ആരും മനുഷ്യരാണെന്ന്. യെസ്. അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനെയും ഈ പറഞ്ഞ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ആ കൊടക്കീഴിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ കോടതി അവർക്ക് അനുവദിച്ചു? ദേ ആർ ഓൾസോ ഹ്യൂമൻ ബീങ്സ്. തീർന്നില്ല. 2019 നമ്മുടെ പാർലമെന്റ് അവർക്കൊരു ആക്ടും പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. അതും കൂടെ എഴുതി നിർത്തും. എന്താ? അല്ല, വിശാഖ കേസിലെ സ്ത്രീകളുടെ കാര്യമല്ലേ പറഞ്ഞു? വിശാഖ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്.
ആ വിശാഖ കേസ് എഴുതണം, പക്ഷെ അത് മെയിൽ ഫീമെയിൽ ഡിസ്ക്രിമിനേഷൻ. ഇവിടെ അതല്ലല്ലോ, മൂന്നാമതൊരു കാറ്റഗറിയും കൂടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ജെൻഡർ ഇൻക്ലൂഡ്സ് തേർഡ് ജെൻഡർ ഓൾസോ. വലിയ ഡെവലപ്മെന്റ് അല്ലേ അത്? സത്യത്തിൽ വലിയൊരു ഹ്യൂമൻ റൈറ്റ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് വലിയ അതെ, അതെഴുതുക. പിന്നെ നൽസ കേസ്, പിന്നെ നവതേജ സിംഗ് ഗൂഗിൾ നോക്കൂ. പിന്നെ അതിനുശേഷം ഒരു ആക്ട് ഉണ്ട്, ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019. അതും കൂടെ എഴുതിക്കോ. അപ്പൊ അതിൽ അവർക്ക് ഇക്വാലിറ്റി കൊടുക്കണമെന്നും സർക്കാർ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നും അവർക്കുള്ള ഫെസിലിറ്റീസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്ത് പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് ഗൂഗിൾ ചെയ്ത് വായിച്ചിട്ട് പോ കേട്ടോ നോയൽ. എല്ലാവരും ഞാൻ പേര് നോയലിനെ വിളിച്ചു കേട്ടോ. അത് വേണമെങ്കിലും പറയാം. 66A, അതെ, അത് നമ്മുടെ എന്താണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗമായിട്ട് ഓൺലൈനിലുള്ള പോസ്റ്റിന് എന്താണ് സെൻഡിങ് ഒഫൻസീവ് മെസ്സേജ് എന്ന് പറഞ്ഞ് 66 IT ആക്ടിലെ സെക്ഷൻ 66A പ്രകാരം കേസ് എടുക്കുമായിരുന്നു. അതിപ്പോ ഏതാണ്? ശ്രേയ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2015 ഏത് റദ്ദ് ചെയ്തു? അപ്പൊ ഇപ്പൊ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഓൺലൈനിൽ പൂർണ്ണമാണ്. ഓക്കെ, ഐഡിയ കിട്ടിയില്ലേ ഏകദേശം? ഹ്യൂമൻ റൈറ്റിന്റെ വേറൊരു കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും കേട്ടോ. എയർ ഇന്ത്യ വേഴ്സസ് നർഗേഷ മീർസയിൽ എന്താ സംഭവിച്ചത്? ഒരു സ്ത്രീയുടെ ബേസിക് ഹ്യൂമൻ റൈറ്റ് അല്ലേ, റൈറ്റ് ടു പ്രൊക്രിയേറ്റ് അല്ലേ? എയർ ഇന്ത്യ സർവീസ് റൂൾ കൊണ്ടുവന്നിട്ട് എന്ത് പറഞ്ഞു? എയർ ഹോസ്റ്റസ് പ്രഗ്നന്റ് ആയ ജോലി പോകുമെന്ന് പറഞ്ഞില്ലേ ഇന്ത്യയിൽ, അല്ലേ? എയർ ഇന്ത്യ വേഴ്സസ് നർഗേഷ് മിർസ കേസിലും CB മുത്തമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലും ഏത് റദ്ദ് ചെയ്തു? പ്രഗ്നൻസിയെ ബാർ ചെയ്യുന്ന ലോ അല്ലാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവിടെ എന്ത് ആംഗിൾ നിങ്ങൾ കാണണം? എന്ത് ആംഗിളാ? ഇറ്റ് ഈസ് ഓൾസോ എന്ത് ആംഗിൾ? പ്രൊട്ടക്ഷൻ ടു വിമൻ. അല്ല, അതെ, പ്രൊട്ടക്ഷൻ വിമന്റെ എന്തിന്റെ ഇറ്റ് ഷുഡ് ബി റിഗാർഡ് ആസ് എ ഹ്യൂമൻ റൈറ്റ് ആംഗിൾ. അതെ, അതുണ്ടല്ലോ പേയ്മെന്റ് ഡോളേഴ്സ് കേസ്, റൈറ്റ് ടു ലീവ്ലിഹുഡ്, അത് ഒരുപാടുണ്ടല്ലോ. ഫ്രാൻസിസ് കൊറേലി മുല്ലിൻ അല്ലേ? ഇല്ലെങ്കിൽ റൈറ്റ് ടു ഡോക്ടേഴ്സ് അസിസ്റ്റൻസ് പരമാനന്ദ ഖത്ര, റൈറ്റ് അഗൈൻസ്റ്റ് തേർഡ് ഡിഗ്രി മെത്തേഡ്സ് ബൈ ദ പോലീസ് സുനിൽ ബത്ര, റൈറ്റ് ടു സ്പീഡി ട്രയൽ ഹുസൈനറ ഖാത്തൂൻ വേഴ്സസ് ഹോം സെക്രട്ടറി ബീഹാർ, റൈറ്റ് ടു ഫ്രീ ലീഗൽ എയ്ഡ് MH ഹസ്കോട്ട് വേഴ്സസ് മഹാരാഷ്ട്ര, റൈറ്റ് ടു അൺപൊല്യൂട്ടഡ് എൻവയോൺമെന്റ് MC മെഹ്ത്ത കേസ്. ഒരുപാടില്ലേ? 21 നിങ്ങൾക്ക് 100-400 കേസ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ഇനി വല്ലതും ഉണ്ടോ? ഷബാനു ബീഗം. ഷബാന ബീഗം മെയിൻ്റെനൻസ്. അതെ, ഷബാന ബീഗം പിന്നെ ഒരു അതൊരു റൈറ്റ് എന്ന് ചോദിച്ചാൽ റൈറ്റ് ടു ബി, അതെ, റൈറ്റ് ടു ബി മെയിൻറ്റെയിൻഡ്. അത് കറക്റ്റ്. അതൊക്കെ അല്ലേ കോൺസ്റ്റിറ്റ്യൂഷനലി ഹ്യൂമൻ റൈറ്റിന് വേണ്ടി പറഞ്ഞ എല്ലാ കേസും നമുക്ക് അതിനകത്ത് എഴുതാമല്ലോ. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, അല്ല, ഈ ഷബാന ബീഗം പറഞ്ഞപ്പോഴുള്ള ചെറിയൊരു കോൺട്രഡിക്ഷൻ പറഞ്ഞുതരാം. ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതിസ്ഥാനത്ത് നമ്മൾ ആരെയാണ് നിർത്തേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഹ്യൂമൻ റൈറ്റിന്റെ ലംഘനമൊക്കെ നമ്മൾ എപ്പോഴും നോക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഏത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ. അല്ല, ഷബാനു ബീഗം ചോദിച്ചത് ഒരു ഭർത്താവ് നിഷേധിച്ചതല്ലേ? ആരോ ഷബാനു ബീഗം ചോദിച്ചില്ലേ എൻ്റെ അടുത്ത്? അതെ, റൈറ്റ് മെയിൻ്റെനൻസ് ആണ് കിട്ടുന്നത്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആരുടെ ബാധ്യതയല്ല. അതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണത്. ഹ്യൂമൻ റൈറ്റിനകത്ത് കൊണ്ടുവരാമെങ്കിൽ അത് ഡയറക്റ്റ്ലി നമ്മളിപ്പോൾ ഈ പഠിച്ച ഇവിടെ നമ്മൾ ഭരണകൂടത്തിനെതിരെയുള്ള എന്താണ് ഞാൻ വീണ്ടും പറയും, ഇവിടെ നമ്മൾ ഈ ഹ്യൂമൻ റൈറ്റ് ഒക്കെ പഠിച്ചത് മൊത്തം ആർക്കെതിരെയാണ്? ഇതിവിടെ ഭരണകൂടം നമ്മുടെ അവകാശങ്ങൾ എടുത്തു കളഞ്ഞ് നമ്മൾ അടിച്ചമർത്തി ഭരിക്കുമ്പോൾ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഫോക്കസും കൂടെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ടല്ലേ നമ്മൾ ഹ്യൂമൻ റൈറ്റ് ആക്ടിലൊക്കെ തന്നെ ആര് പ്രതിയാകുമ്പോഴാണ് ഹ്യൂമൻ റൈറ്റ് കോർട്ടിൽ നമ്മൾ അല്ലെ പോട്ടെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ കേസ് എടുക്കുന്നത്? സ്റ്റേറ്റിന്റെ വീഴ്ച നെഗ്ലിജൻസ് വരുമ്പോഴല്ലേ, അല്ലേ? അതെ സർ, അതുകൊണ്ടല്ലേ ആർട്ടിക്കിൾ 12 വരുന്നതെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്, എല്ലാരെയും അതിന്റെ കീഴിൽ കൊണ്ടുവരും എന്ന് പറയുന്നത്. മാത്രമല്ല ഹ്യൂമൻ റൈറ്റിന്റെ എവല്യൂഷൻ തന്നെ ആർക്കെതിരെയാണ്? എന്തിനെതിരെയാണ്? പ്രകൃതി നമുക്ക് തന്ന ഇൻഹറന്റ് റൈറ്റ്സ് ഭരണകൂടങ്ങൾ നിഷേധിക്കുമ്പോഴാണല്ലോ ഏതിന്റെ പണി തുടങ്ങിയത് നമ്മൾ. അത് ബേസ് ആണ് കേട്ടോ. ഓക്കെ നോയൽ. സർ, ഈ യൂറോപ്യൻ കൺവെൻഷൻ, അമേരിക്കൻ കൺവെൻഷൻ അല്ലല്ല, അത് ചോദിക്കുന്നത് ശരി, അത് ഉണ്ട്. അത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ വേറൊരു തലവും കൂടെ ഉണ്ട്.
ഇന്റർനാഷണൽ തലമല്ലാതെ റീജിയണൽ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അറബ് ലീഗ് അറബ് രാജ്യങ്ങൾക്ക് വേണ്ടി കുറെ കൺവെൻഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ കൂടെ യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് കൊണ്ടുവന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ കൂടെ അത് ഇതേ സാധനം തന്നെ എന്ത് ചെയ്തു കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല. UDHRനെ എടുത്ത് എന്താക്കി മാറ്റി, യൂറോപ്പ്, അമേരിക്ക, അത്രേ ഉള്ളൂ. അത് റീജിയണൽ. ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യൻ ലോയും ഇന്റർനാഷണൽ ലോയും ആണ് ഇവിടെ പറഞ്ഞത്. ഇതിന് പുറമെ ഒരു ഏരിയ തിരിച്ചുള്ള അറേഞ്ച്മെന്റ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? റീജിയണൽ അറേഞ്ച്മെന്റ്സ്. അതാണ് ഇപ്പൊ മാഡം ചോദിച്ച ഏത്? യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, ആഫ്രിക്കൻ കൺവെൻഷൻ ഓൺ ബഞ്ചൽ ചാർട്ടർ ഉണ്ട്. അതൊക്കെ എന്തേ ഉള്ളൂ, ഇതേ സാധനത്തിന് ആര് തീരുമാനം എടുത്തു? റീജിയണൽ ലെവലിൽ. അതെ, റീജിയണൽ ലെവൽ. അത് നമുക്ക് എനിക്കൊന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇത് തന്നെ എഴുതിയാൽ മതി, വേറെ ഒന്നുമില്ല. ഹ്യൂമൻ റൈറ്റ്സിന് നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ടല്ലോ. കാരണം നമുക്കൊരു മനുഷ്യന് വേണമെന്നുള്ളതെല്ലാം ഈ UDHR തന്നെ ഉണ്ട്. അതല്ലേ തിരിച്ചും മറിച്ചും പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ പേപ്പറിന് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ എന്തൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് UDHR അതേപോട്ട് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 3 പാർട്ട് 4 പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഒരു മനുഷ്യൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇതല്ലേ ഇപ്പൊ നമ്മൾ റീജിയണലായാലും ഇന്റർനാഷണൽ ആയാലും പറയാൻ ഇതൊക്കെയല്ലേ ഉള്ളൂ. ഇതിലില്ലാതെ എന്തിനെ പറയാൻ പറ്റും? ഡിസേബിൾഡ് പേഴ്സൺസിന്റെ നമുക്ക് കൺവെൻഷൻ ഉണ്ട്, നമുക്ക് ഏതുണ്ട്? ഇന്ത്യയിൽ ഇവിടെ ഏതുണ്ട്? ഇന്ത്യയിൽ ഏതുണ്ട്? ഡിസബിലിറ്റി ബാധിക്കും. നമ്മൾ റൈറ്റ്സ് ഓഫ് ദ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഉണ്ട് കേട്ടോ. ചോദിച്ച ആൾക്ക് വേണ്ടി പറയാ, എന്ത് ആക്ടാണ്? ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 ഉണ്ട് കേട്ടോ. ഇവിടെ കേട്ടോ, ചോദിച്ച ആള് കേട്ടോണ്ടിരിക്കുകയാണോ? യെസ്, അത് 2016 കൊണ്ടുവന്നത്. അത് കൊണ്ടുവരാൻ വേണ്ടിയും UN-ന്റെ ഒരു കൺവെൻഷൻ ഉണ്ട് കേട്ടോ. ആ കൺവെൻഷന്റെ പേര് ഇതാണ്, കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് 2006. പറയട്ടെ എന്താണെന്നത്. അപ്പൊ ഡിസബിലിറ്റീസ് ചോദിച്ചതിന്റെ ഉത്തരം കിട്ടിയോ? ഇന്ത്യക്കകത്ത് ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്. ആ സ്റ്റാറ്റ്യൂട്ടിന്റെ പേരാണ് ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഓഫ് 2016. ഇത് നമ്മൾ കണ്ടുപിടിച്ചതല്ല, UN തന്നെ 2006 ഒരു കൺവെൻഷൻ നമ്മളെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. അതെന്താണ്? UN കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. അപ്പൊ അതിൽ പറയുന്നത് എന്താണ്? ആ കൺവെൻഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിയെ എംപവർ ചെയ്യാൻ വേണ്ടി അവരുടെ ഇൻഹറന്റ് ഡിഗ്നിറ്റി, എല്ലാ രാജ്യങ്ങളും അവരുടെ ഡിഗ്നിറ്റിയെ എന്താണ് നമ്മൾ മാനിക്കണം. അവരെ ഒരു വിധത്തിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അവരെ മാക്സിമം എല്ലാ വിധത്തിലുള്ള പാർട്ടിസിപ്പേഷൻ കൊടുത്തിട്ട് സൊസൈറ്റിയിൽ ആരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം, ഡിസേബിൾഡ് പേഴ്സൺസ്. ഇനി അവരുടെ ഡൈവേഴ്സിറ്റിയെ നമ്മൾ വെറും ഒരു രോഗമോ മറ്റേ ആയിട്ട് കാണരുത്. അത് ആസച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമൻ ഡൈവേഴ്സിറ്റിയുടെയും ഹ്യൂമാനിറ്റിയുടെയും ഭാഗമായിട്ട് ഏതും കൂടെ കാണണം, ഡിസേബിൾഡ് പേഴ്സൺ. യെസ്. അപ്പൊ അവരും ഹ്യൂമാനിറ്റിയുടെ ഭാഗമാണെന്നും അവരുടെ എല്ലാവിധ റൈറ്റും പ്രൊട്ടക്ട് ചെയ്യണം. പ്രത്യേകിച്ചും അതിൽ കുട്ടികളാണെങ്കിൽ, ഏതാ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കുറച്ചും കൂടെ റൈറ്റ്സ് ആര് കൊടുക്കണം? ഇപ്പൊ തന്നെ നമ്മുടെ കോളേജിലൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, കുട്ടികൾ വരാൻ വേണ്ടി റാമ്പ് പോലെ അറിഞ്ഞൂടെ? അത് അറിയാം സർ. ഈ ആക്ട് പറയുന്നുണ്ടല്ലോ, സ്ഥാപനങ്ങളിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അങ്ങനെയുള്ള കുട്ടിയൊക്കെ വരാൻ വേണ്ടി അവരുടെ വണ്ടി ചെയർ വീൽ ചെയ്ത് പോകാൻ വേണ്ടി എന്താണ് ഇവിടെ എന്ത് കെട്ടണം? സ്റ്റെപ്സ് പോരാ, എന്ത് വേണം? റാമ്പ്. ഓക്കെ, ക്ലിയർ ആണോ? ആശയം ക്ലിയർ ആയോ? അത് കിട്ടിയോ ആശയം? പിന്നെ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കണമെന്നും അവർക്ക് ജസ്റ്റിസ് കൊടുക്കണമെന്നും എല്ലാം. ഓക്കെ സർ, അതുപോലെ ജനോസൈഡ് കൺവെൻഷൻ പ്യൂർലി ജനോസൈഡിന്റെ റെസ്ട്രിക്ഷൻസ് മാത്രം അല്ലേ വരത്തുള്ളൂ? അതെ, വി ആർ ഹാവിംഗ് എ കൺവെൻഷൻ കോൾഡ് ജനോസൈഡ് കൺവെൻഷൻ ഓഫ് 1948 നമ്മളൊരു കൺവെൻഷൻ പാസ്സാക്കിയിട്ടുണ്ട്, ജനോസൈഡ് കൺവെൻഷൻ. അപ്പൊ അതൊരു മതവിഭാഗത്തിനെയോ അല്ലെങ്കിൽ ജാതിയിൽ ജനിച്ചോ എന്നുള്ള ഒറ്റ കുറ്റം കൊണ്ട് എന്ത് ചെയ്യുന്നു? അവരെ ഉന്മൂലനം ചെയ്യാൻ പാടില്ല. ചെയ്താൽ അതിന്റെ പേരെന്താണ്? ആ കുറ്റകൃത്യത്തിന്റെ പേരാണ് എന്താണ്? ജനസൈഡ്. അതിന്റെ കൺവെൻഷൻ തന്നെ ഉണ്ട്. 1948 ഒരു കൺവെൻഷൻ വന്നിട്ടുണ്ട്, UN കൺവെൻഷൻ ഓൺ ദ പ്രിവെൻഷൻ ആൻഡ് പണിഷ്മെന്റ് ഓഫ് ദി ക്രൈം ഓഫ് ജനസൈഡ്. ഇതല്ലാതെ തന്നെ ഒരുപാടുണ്ട്. റെഫ്യൂജി കൺവെൻഷൻ ഉണ്ട്, UN കൺവെൻഷൻ ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജി 1951. അപ്പൊ റെഫ്യൂജിയുടെ ഡെഫിനിഷൻ ഇങ്ങനെയാ പറയുന്നത്: ഒരു രാജ്യത്ത് നിന്നാൽ
അവർ പറയുന്ന അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയോ അല്ലെങ്കിൽ അവരുടെ ജാതിയോ മതമോ വെച്ച് അവരെ പീഡിപ്പിക്കപ്പെടുമെന്നുള്ള ഭീതിയിൽ സ്വന്തം രാജ്യത്ത് നിന്ന് തൽക്കാലത്തേക്ക് പലായനം ചെയ്യുന്നവരാണ് ആര് റെഫ്യൂജീസ്. അപ്പൊ ഒരു രാജ്യത്ത് അവർ വന്ന് കയറിയാൽ ആ രാജ്യം അവരുടെ സിറ്റിസൺസിന് കൊടുക്കുന്ന എല്ലാം കൊടുക്കണ്ട. ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ആവാനുള്ള അവകാശം കൊടുക്കണ്ട, എന്താണ് ഇന്ത്യയിലെ വോട്ടിംഗ് അവകാശം കൊടുക്കണ്ട, പക്ഷെ ബാക്കി ജനങ്ങൾ കൊടുക്കുന്ന എല്ലാ റൈറ്റും എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അല്ലേ? അതെ. എന്നിട്ട് ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഇപ്പൊ ചോദിച്ചുകൊണ്ട് പറയാം, ഒരു പ്രത്യേക റൈറ്റ് അവർക്കുണ്ട് കേട്ടോ. അതിന്റെ പേരാണ് നോൺ റിഫോൾമെന്റ്. NON REFOULEMENT. നോൺ പറഞ്ഞോ, എഴുതിയോ എന്താണെന്ന്? അതൊരു ഹ്യൂമൻ റൈറ്റ് ആണ്. നോൺ റിഫോൾമെന്റ്. അതെന്താന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വന്ന് കയറുന്നവരെ ഇന്ത്യ ചവിട്ടി പുറത്താക്കി അവരുടെ നാട്ടിൽ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാര്യം മനസ്സിലായില്ലേ? അത് ചെയ്തത് നമ്മുടെ ഡിഫൻസ്, അത് നമ്മുടെ പബ്ലിക് ഇൻട്രസ്റ്റിന് വിരുദ്ധമായിട്ടുള്ള സോവറിറ്റിയുടെ ആസ്പെക്റ്റിൽ നമ്മൾ ചെയ്തതാണ്. അപ്പൊ അതിനെതിരെയാണ് അന്ന് ശശി തരൂരൊക്കെ ഈ വാക്കാണ് പ്രസംഗിച്ചത്. അവരുടെ ഏത് പോയെന്ന് അല്ല ഞാൻ പറഞ്ഞതേ, ശശി തരൂരൊക്കെ അന്ന് MP ഈ വാക്കാണ് പറഞ്ഞത്, സർക്കാർ ചെയ്തത് ഏതിന്റെ ലംഘനമാണെന്ന്. ഞാൻ ചോദിച്ചുകൊണ്ട് പറഞ്ഞു തന്നതാ. കാര്യം മനസ്സിലായില്ലേ എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്? ബിക്കോസ് സ്റ്റാറ്റസ് UN കൺവെൻഷൻ ഉണ്ട്, സ്റ്റാറ്റസ് ഓഫ് റെഫ്യൂജി എന്നുള്ള കൺവെൻഷൻ ഉണ്ട് 1951. അതിലെ വൺ ഓഫ് ദ ബേസിക് റൈറ്റ്സ് ആണ് ഇത്. ഞാൻ ഇപ്പൊ പറഞ്ഞ വാക്ക് ക്ലിയർ അല്ലേ? നോയൽ കേട്ടോ അത്? സർ, ഇന്ത്യ ഇത് ട്രീറ്റി റാറ്റിഫൈ ചെയ്തില്ലല്ലോ ഈ റെഫ്യൂജി. അതെ, ട്രീറ്റി റാറ്റിഫൈ ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ട്രീറ്റിക്കകത്ത് റാറ്റിഫൈ ചെയ്യുന്ന സമയത്ത് ചില പ്രൊവിഷൻസ് ബാധകമല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് റിസർവേഷൻ വെച്ച് ചെയ്യാൻ നോയൽ കേട്ടോ. റാറ്റിഫൈ ചെയ്തോ ഇല്ല എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ ചിലപ്പോൾ റാറ്റിഫൈ ചെയ്താൽ പോലും നമുക്ക് എന്ത് സോവറിറ്റിയുടെ ആസ്പെക്റ്റിൽ നമുക്ക് ചില വ്യവസ്ഥ നമുക്ക് ഏത് ഒഴിവാക്കാം. അതിന്റെ പേര് എന്താണ് റിസർവേഷൻ എന്നാണ് കേട്ടോ. ഇന്ത്യക്ക് ഏത് പറയാം? ഇന്ന വകുപ്പ് ഒഴിച്ച് നമുക്ക് എന്ത് പറയാം? റിസർവേഷൻ എന്താണെന്ന് മനസ്സിലായോ എന്താണെന്ന്? അന്താരാഷ്ട്ര ഉടമ്പടി നമ്മൾ റാറ്റിഫൈ ചെയ്യുമ്പോൾ അത് അതേപടി 100 വകുപ്പും ഇവിടെ ഒരേ സമയത്ത് കൊണ്ടുവരണമെന്നില്ല. ഓരോ രാജ്യത്തിനും എന്ത് ഒഴിവാക്കാം കേട്ടോ നോയൽ. നോയൽ, it is an aspect of a state sovereignty. It can decide whether to make reservation. മിക്കവാറും എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഉടമ്പടി ആസച്ച് ആ രാജ്യത്ത് പാലിക്കില്ല. ഒപ്പുവെക്കുന്ന സമയത്തോ റാറ്റിഫൈ ചെയ്യുന്ന സമയത്ത് പറയും എല്ലാം നമ്മൾ ചെയ്യാം, ഇന്ന ക്ലോസ് ഒഴികെന്ന് പറഞ്ഞാണ് ഒപ്പിടുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ടെക്നിക്കലി കോൾഡ് റിസർവേഷൻ അണ്ടർ ഇന്റർനാഷണൽ ലോ. അപ്പൊ ഇന്റർനാഷണൽ ലോയിലെ റിസർവേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലേ എന്താണ്? ഇന്റർനാഷണൽ ലോയിൽ റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഉള്ള കോൺസെപ്റ്റ് ഇന്ത്യൻ ലോയിൽ പറയുന്ന റിസർവേഷൻ അല്ലാന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ട്രീറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്യുമ്പോഴോ റാറ്റിഫൈ ചെയ്യുന്ന സമയത്തോ ഒരു രാജ്യം അവരുടെ സോവറിറ്റിയുടെ ഭാഗമാണ്. അവർക്ക് എല്ലാം മറ്റു രാജ്യങ്ങൾ പറയുന്ന കണ്ണുടച്ച് കേൾക്കണമെന്നില്ലല്ലോ. ഓക്കെ, നമ്മൾ വർക്കേഴ്സിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സാധാരണ വർക്കേഴ്സിന് കൊടുത്തിരിക്കുന്ന എല്ലാ റൈറ്റും ആർക്ക് കൊടുക്കണം? ഞാൻ പറഞ്ഞല്ലോ, ഇനി ഏത് കൺവെൻഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് അത് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന ലോജിക് ഇല്ലേ? അവരെ നമുക്ക് എന്താണ്, അവർക്ക് മിനിമം വേജസ് കൊടുത്തേ പറ്റൂ, അല്ലാതെ അവരെ കൊണ്ട് 24 hours പണിയെടുപ്പിക്കാൻ പറ്റും, അവർക്ക് ഓവർലാപ്പിംഗ് 5 ദിവസം ഷിഫ്റ്റ് കൊടുക്കാൻ പറ്റും? ഇല്ല. മൈഗ്രന്റ് വർക്കേഴ്സ് ആകുമ്പോൾ നമ്മുടെ വർക്കേഴ്സിന് കൊടുക്കുന്ന അതേ മാനുഷിക പരിഗണന ആർക്കും കൊടുക്കണം. ഇപ്പൊ മൈഗ്രന്റ് വർക്കേഴ്സ് വരുമ്പോ മൈഗ്രന്റ് വർക്കേഴ്സിൽ സ്ത്രീകൾക്ക് പകുതി കൂലിയും ആണുങ്ങൾക്ക് ഫുൾ കൂലിയും കൊടുക്കുന്നത് ശരിയാണോ? അല്ല. കൺവെൻഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഉണ്ട്, അങ്ങനെ കൺവെൻഷൻ ഉണ്ട്. മൈഗ്രന്റ് വർക്കേഴ്സ് ആൻഡ് ദെയർ ഫാമിലി പ്രൊട്ടക്ഷൻ കൺവെൻഷൻ ഉണ്ട്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? മൈഗ്രന്റ് വർക്കേഴ്സ് ആയിട്ട് വരുന്നവര് ജീവിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് വന്നതാണ്, നമ്മുടെ രാജ്യത്തുള്ള എല്ലാം കൊടുക്കണമെന്ന് പറയുന്നില്ല. പക്ഷെ മനുഷ്യന് നമ്മൾ ഡിസ്ക്രിമിനേഷൻ പാടില്ലാത്ത മേഖലയിൽ അവർക്കും അത് എന്തിന്റെ പരിഗണന കൊടുക്കണം? പാടില്ല. അതെ അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പാർട്ട് 3 പാർട്ട് 4 പഠിച്ചാൽ നിങ്ങൾക്ക് അതിൽ ഏത് കൺവെൻഷൻ വേണോ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള വകുപ്പ് അതിനകത്ത് കിടക്കുകയല്ലേ. ഓക്കെ,
നിർത്തിയാലോ? ഓക്കെ സർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ ബൈ. ഓൾ ദ Thank you, sir. താങ്ക്സ് എ ലോട്ട് സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ബൈ ബൈ. Thank you. നല്ലോണം പഠിച്ചു കേട്ടോ. Thank you, sir. ഞാനിന്ന് നല്ല ടയർഡാണ്. ഞാനിന്ന് കോളേജിൽ 5 hour എടുത്തു. പിന്നെ എനിക്ക് IMG നമ്മുടെ ഇത് അഡ്മിനിസ്ട്രേറ്റീവ്